السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എൻ്റെ ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, കാരണവന്മാരെ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ ദീനിനെ സംബന്ധിച്ചും ചർച്ച ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.
നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ പ്രവിശാലമായ സ്വർഗലോകത്തേക്ക് ആനയിക്കപ്പെടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും നാം ഇഷ്ടപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും ആരോഗ്യവും സമ്പത്തുമെല്ലാം നാളെ ഖിയാമത്ത് നാളിൽ ഖനം തൂങ്ങുന്ന അമലുകളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വരുന്ന ഫെബ്രുവരി 10, 11 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള യുവാക്കളെ യുവതികളെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തി ഒരു മഹാസമ്മേളനം നടക്കാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള തസ്ഫിയ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ടാവുക. മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ട ഈ സമയത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രത സൃഷ്ടിക്കുവാൻ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ എന്തിനാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതല്ല എങ്കിൽ നിങ്ങൾ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി ഇത്തരം ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് മാത്രമാണല്ലോ ശരി, നിങ്ങളല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരൊക്കെ പിഴച്ചവരാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, അത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്തുന്ന ആളുകളൊക്കെ അവരുടെ തെളിവായിക്കൊണ്ടവർ ഓതുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളാണ് എല്ലാവരും ഓതുന്നത്. സാധാരണക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എങ്ങനെ മനസ്സിലാകാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകാം. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാനദണ്ഡം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഈ ഒരു സംശയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ, ഈ പ്രവാചകന്റെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അവർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്? കാരണം വനബിയുഹാ വാഹിദ് വഖിബ്ലതുഹാ വാഹിദ വകിതാബുഹാ വാഹിദ്, അവരുടെ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്, എല്ലാവരുടേതും അങ്ങനെ തന്നെയാണ്. അവരുടെ ഖിബ്ല കഅബയാണ്, എല്ലാ മുസ്ലിങ്ങളും അത് അംഗീകരിക്കുന്നവരാണ്. അവരുടെ നബി ഒന്നാണ്, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല, എല്ലാവരും അംഗീകരിക്കുന്നു. പിന്നെ ഈ ഉമ്മത്തിൽ എങ്ങനെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ സമയത്ത് ഒരു സഹാബിയെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് വലിയ മഹാനായ ഒരു പണ്ഡിതനാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏത് സംശയമുള്ളവരും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. അതേപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു സംശയം തീർത്തു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സഹാബിയെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, യാ ഉമർ, ഓ ഉമറെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സ്വഹാബത്തിന് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കണ്ടാൽ നമുക്കറിയാം ആ ആയത്ത് എന്തിൻ്റെ പേരിൽ അവതരിച്ചതാണ്, അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ്, അത് ആർക്കു വേണ്ടി അവതരിച്ചതാണ്, ഏത് വിഷയത്തിലുള്ളതാണ്, എവിടെ വെച്ചാണ് അത് അവതരിച്ചത് തുടങ്ങിയുള്ള
ഖുർആനിൻ്റെ ആയത്തുകളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം ഞാനും നിങ്ങളും അടങ്ങുന്ന സഹാബത്തിനറിയാം. എന്നാൽ നമ്മൾ കഴിഞ്ഞ് ഇനി കുറേ ജനത ഇവിടെ വരാനുണ്ടല്ലോ, കുറേ ഉമ്മത്ത്, അതല്ലെങ്കിൽ കുറേ തലമുറ, കുറേ സമൂഹങ്ങൾ നമുക്ക് ശേഷം ഇവിടെ വരാനിരിക്കുന്നു. അവർക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ അറിയാം, പക്ഷേ അത് ആരുടെ പേരിൽ അവതരിച്ചു, എന്തിൻ്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ചത് എന്നതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അപ്പോൾ ആയത്തുകൾ ഉദ്ധരിച്ച് അസ്ഥാനത്ത് അവർ ഓതുകയും അങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുകയും ഈ ഉമ്മത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആ ചോദ്യത്തിന് മറുപടി നൽകി എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നു. സഹോദരന്മാരെ, സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ഈ ഉമ്മത്തിൽ നിന്ന് പിഴച്ചുപോയ ഒന്നാമത്തെ കക്ഷി ഖവാരിജികൾ രൂപം കൊള്ളുകയാണ്. നമുക്കറിയാം, അവരും ഓതിയത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ ആദ്യമായി പിഴച്ച കക്ഷി ഉണ്ടാകുന്നു ഖവാരിജുകൾ. അവരും ഓതുന്നത് ഏതാ? വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ്. നമുക്കറിയാം, മുആവിയ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ചരിത്രം മുഴുവൻ നമ്മൾ കേട്ടവരാണ്. അങ്ങനെ അതാ ഈ ആയത്ത് ഓതിക്കൊണ്ട് അവർ പറയുന്നു, മുആവിയ റളിയല്ലാഹുവിന് ഇവിടെ ഒരു കാര്യവും തീരുമാനിക്കാനുള്ള അവകാശമില്ല, അത് അള്ളാഹുവിനെ ഉള്ളൂ. അലി റളിയല്ലാഹുവിന് ഇവിടെ ഒന്നും തീരുമാനിക്കാൻ അവകാശമില്ല, വിധി കൽപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമാണ് അവകാശമുള്ളത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിന് ഇവിടെ വിധി കൽപ്പിക്കാൻ അവകാശമില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന ആയത്ത് ഓതിക്കൊണ്ട് തന്നെയാണ് ഖവാരിജുകളും രംഗത്ത് വന്നത്. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, കലിമത്തു ഹഖിൻ, അവരാ പറഞ്ഞ ആയത്ത് അത് ഖുർആനിൽ ഉള്ളത് തന്നെ, പക്ഷെ ഉരീദ ബിഹൽ ബാത്തിൽ, അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് മാറിപ്പോയി. അവിടെ അസ്ഥാനത്താണ് അവർ ഓതിപ്പോയത്, അങ്ങനെ ഓതാൻ പാടില്ലായിരുന്നു. അവർ പിഴച്ചുപോയത്, അവർ ഉന്നയിച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ അഹ്ലുസുന്നയാണോ ജമാഅയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പ്രവാചകന്റെ പ്രൈമറി ഓഡിയൻസായ സ്വഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചു പോകുന്നത്, അവർ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതുപോലെയാണ് ആയത്തുകളെയും ഹദീസുകളെയും നാം ഉൾക്കൊള്ളേണ്ടത്. കാരണം ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സഹാബികളെ അവരെ തഖ്വ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. 100ക്ക് 100 മാർക്ക് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ലഹും മഗ്ഫിറത്തുൻ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഗ്ഫിറത്ത് അവർക്കുണ്ട്. വഅജ്റുൻ അദീം, വമ്പിച്ച പ്രതിഫലവും അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മഹാന്മാരായ സഹാബികൾ അവരെങ്ങനെയാണ് ആയത്തിനെ മനസ്സിലാക്കിയത്, അവർ എങ്ങനെയാണ് പ്രവാചകന്റെ ഹദീസുകളെ ഉൾക്കൊണ്ടത്, അതേ പ്രകാരമാണ് നമ്മളും ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് പ്രവാചകന്റെ കാലത്ത് എന്ത് ദീനായിട്ടുണ്ടോ അതേ ഇന്നും ദീനാവുകയുള്ളൂ. പ്രവാചകന്റെ കാലത്ത് അവർ ആചരിച്ചു പോരുന്ന ആചാരങ്ങൾ, ദീനിൻ്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ചത്, ഇസ്ലാമിലുള്ളത്, അത് നമുക്ക് ഇന്നും ദീനായി ആചരിക്കാം. അതേ ദീനുള്ളൂ. അതിനാണ് പ്രമാണം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ പ്രമാണമാണ്, ഇസ്ലാമിൻ്റെ ഊർജം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജൂതന്മാർ 71 കക്ഷികളായി പിരിഞ്ഞു, നസാറാക്കൾ 72 പിരിഞ്ഞു. എന്നാൽ വതഫ്തരിഖു ഉമ്മതി അലാ 73 ഫിർഖ, എൻ്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി വേർപിരിയുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു വിഭാഗം ആളുകൾ ഒഴികെ, ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ അതാരാണ്?
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അതിൻ്റെ മാനദണ്ഡമാണ്. ഏതെങ്കിലും സംഘടനയുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ചതാ അഹ്ലു സുന്നയാര് വൽ ജമാഅയാര്, അതിൻ്റെ മാനദണ്ഡമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എന്താണ്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഏത് നിലയിൽ നിൽക്കൊണ്ടുവോ, ഞാനും എൻ്റെ സഹാബത്തും ഏത് കാര്യമാണോ ആചരിച്ചു വന്നത് അത് നിങ്ങൾക്കിന്നും ആചാരമാണ്. ഞാനും എൻ്റെ ഈ സഹാബത്തുണ്ടല്ലോ, അവർ വിശ്വസിച്ചു പോന്ന വിശ്വാസങ്ങളാണ് നിങ്ങളും വിശ്വസിക്കേണ്ടത്. ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവിടുന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എനിക്ക് ശേഷം എൻ്റെ ഈ ഉമ്മത്തിൽ ഒരുപാട് കക്ഷികൾ വേർതിരിയുന്നതാണ്, ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും കേട്ടോ. ഫഅലൈക്കും ബിസുന്നതി, ആ സമയത്ത് എൻ്റെ സുന്നത്താണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ സഹാബികളായ അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ, ഉസ്മാനിൻ്റെ, അലിയിൻ്റെ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ പാത നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പം ദീനിലുള്ളതാണോ, ഇതിൽ ആര് പറയുന്നതാ ശരി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പ്രവാചകന്റെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അവർ ചെയ്യുന്നത് പോലെ ആര് ചെയ്യുന്നു, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ക്ലിയറാണ്, ലളിതമാണ്, വ്യക്തമാണ്. സഹോദരന്മാരെ, സ്വഹാബത്ത് എന്ത് ആചരിച്ചോ അത് നമ്മൾ ആചരിക്കുക. അതാണല്ലോ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച വചനം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, അല്ലാഹനെ നിങ്ങൾ അനുസരിക്കണേ എന്ന് പറഞ്ഞാൽ ഖുർആൻ നോക്കിയിട്ടാണ് നിങ്ങൾ വിധി കൽപ്പിക്കേണ്ടത്. ഏത് വിഷയത്തിലും ഖുർആനിൽ കാര്യങ്ങൾ കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വ അത്തീഉർ റസൂൽ, അതല്ലെങ്കിൽ റസൂലിനെ നിങ്ങൾ അനുസരിക്കണേ. ഏത് വിഷയവും ഹദീസുകളിൽ നോക്കിയാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. വ ഉലിൽ അംരി മിൻകും, അതല്ലെങ്കിൽ നിങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം. فإن تنازعتم في شيء فردوه إلى الله والرسول, നിങ്ങൾക്കിടയിൽ അതാ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ മടക്കേണ്ടത് ഖുർആനിലേക്കാണ്, നിങ്ങൾ മടക്കേണ്ടത് സുന്നത്തിലേക്കാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അന്ത്യനാളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മടക്കേണ്ടത് ഖുർആനിലേക്കാണ്, എങ്കിൽ നിങ്ങൾ മടക്കേണ്ടത് സുന്നത്തിലേക്കാണ്. ഇതല്ലേ വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് മാനദണ്ഡം വ്യക്തമാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് സാധാരണക്കാരായ പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. 2 ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ, 2 ദിവസം മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു സഹോദരൻ ആത്മാർത്ഥമായി എന്നോട് വന്ന് ചോദിച്ചു, ഇത് ഏത് വിഭാഗം നടത്തുന്ന പരിപാടിയാണ്? ഞാൻ പറഞ്ഞു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആ സഹോദരൻ ചോദിക്കുകയാണ്, ഇതിൽ ആര് പറയുന്നതാണ് ശരി? നിങ്ങൾ കുറേ ആളുകൾ കുറേ ആയത്തോതുന്നു, ഹദീസ് ഓതുന്നു, വേറെ ചില ആളുകൾ കുറേ ആയത്തോതുന്നു, ഹദീസ് ഓതുന്നു, ഞങ്ങളൊക്കെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായ ആ സഹോദരൻ ചോദിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ആമുഖം വെച്ചത് അതുകൊണ്ടാ. സഹോദരന്മാരെ, ഏതാ ദീന് എന്ന് മനസ്സിലാകാൻ പ്രവാചകൻ എന്ത് ആചരിച്ചു, സ്വഹാബത്ത് എന്ത് ആചരിച്ചു എന്ന് കൃത്യമായി നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ ഏത് കാര്യവും, വിശ്വാസമാകട്ടെ, അതുപോലെ ആചാരങ്ങളാവട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ഏത് ഇബാദത്തുകളാവട്ടെ, നമ്മൾ അനുസരിക്കേണ്ടത് ആ രൂപത്തിലാണ്. സഹോദരന്മാരെ, റജബ് മാസമായപ്പോൾ, നമ്മളുള്ള റജബ് മാസത്തിലാണല്ലോ, ചില ആളുകൾ പറയാറുണ്ട് എന്തൊക്കെ ആചാരങ്ങളാണ്. റജബ് മാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ സഹോദരന്മാരെ എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഒരു മാസത്തിൻ്റെ കൂലിയുണ്ടത്രേ. റജബ് 27 അന്നാണല്ലോ ഇസ്രാ മിറാജ് നടന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് ആ ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ 60 ദിവസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. ആര് പഠിപ്പിച്ചതാ? ദീനിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ? നമ്മൾ നോക്കേണ്ടത് പ്രവാചകനിലേക്കാണ്, സ്വഹാബത്തിലേക്കാണ്. അവരങ്ങനെ ആചരിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? എന്നാൽ റജബിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നത് സത്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ
തആല പറഞ്ഞുവല്ലോ, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികദ്ദീനുൽ ഖയ്യിം. അല്ലാഹുവിൻ്റെ അടുക്കലതാ വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് ദുൽഖഅദയാണ്, ഒന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് മുഹറമാണ്, പിന്നെ റജബാണ്. അപ്പോൾ റജബ് മാസത്തിന് പ്രത്യേകതയില്ലേ? ഉണ്ട്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവം റജബ് മാസത്തിൽ ചെയ്താലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ റജബ് മാസത്തിന് പ്രത്യേകതയുണ്ട്. അത് 4 മുഹറമാക്കിയ പവിത്രമാക്കിയ മാസത്തിൽ ഒന്നാണ് റജബ്. ഇതല്ലാതെ ഒരു പവിത്രത സഹോദരന്മാരെ റജബ് മാസത്തിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അസഹുൽ കിതാബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കിതാബ് എന്നാണല്ലോ മഹാനായ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ആ കിതാബിന് ഏറ്റവും ഖ്യാതിയുള്ള ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം, അതിൻ്റെ ശറഹ് എഴുതിയ ആളാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുകയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ. റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പ് നോൽക്കുന്നതിനോ അതല്ലെങ്കിൽ പ്രത്യേകമായിട്ട് യാതൊരു തരത്തിലുള്ള ഫദ്ലും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ, അതുപോലെ രാത്രി പ്രത്യേകമായി നിസ്കരിക്കുന്നതിന് ദീനിൽ ഒരു അടിസ്ഥാനം കാണാൻ കഴിയൂല. പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ ഒരു മാതൃകയില്ല എന്നാരാ പറയുന്നത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കാൻ. സഹോദരന്മാരെ, ദീൻ ഏതാ നോക്കേണ്ടത്? നമ്മൾ എന്താ നോക്കേണ്ടത്? സ്വഹാബികൾ ചെയ്തോ? അവർ ചെയ്തിട്ടില്ല. കൃത്യമാണ്. ആരാ പഠിപ്പിക്കുന്നത്? കുറേ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. എന്നാൽ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശാഇനും നടക്ക് ഒരു പ്രത്യേകമായ നമസ്കാരം ചില ആളുകൾ നിർവഹിക്കുന്നു. സലാത്തുർ റഗായിബ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സജീവമായി കണ്ടുവരുന്ന ഒരു നിസ്കാരമാണ്. ദീനിൽ വല്ല തെളിവുണ്ടോ? സലാത്തുർ റഗായിബ് സഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നമ്മൾ അവിടേക്കാണ് നോക്കേണ്ടത്. സ്വഹാബത്തിൽ നിന്ന് അങ്ങനെ ഒരു മാതൃക കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ആളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്, അതുപോലെ ശഅബാൻ 15-ന്റെ അന്നും രാത്രി ചില നിസ്കാരങ്ങൾ ചില ആളുകൾ 100 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ആ 2 നിസ്കാരങ്ങളെക്കുറിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറാനി ഖബീഹതാനി, വളരെ മോശപ്പെട്ട ബിദ്അത്തുകളിൽപ്പെട്ട അനാചാരമാണ്, അത് ദീനിലില്ലാത്തതാണ് എന്ന് പറയുന്നത് ആരാ? ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുമ്പോൾ സ്വഹാബത്ത് എന്ത് ചെയ്തു എന്നാ നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മാനദണ്ഡം അവിടെയാണ്, നമ്മുടെ അസ്ല അടിത്തറ അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എന്ത് പഠിപ്പിച്ചു എന്നാണ് സഹോദരന്മാരെ നമ്മൾ നോക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഓരോ വിഷയവും ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദീനിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസത്തിനും ഇടവരാതെ എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണല്ലോ പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം കൊടുക്കണമെന്ന്. അതിൽ വല്ല ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ സഹോദരന്മാരെ? ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും തനതായ ആദർശമല്ലേ അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ടല്ലേ ഒരു മുസ്ലിം നിർബന്ധമായി 17 തവണയും ഐച്ഛികമായി അതിലേറെയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അള്ളാഹുവിനോട്. ഓരോ നമസ്കാരത്തിലും നമ്മൾ പറയാറുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രമാണ് ഞങ്ങൾ വിളിച്ചാരാധിക്കുന്നത്, അല്ലാഹ് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇത് ഓരോ
മുസ്ലിമും കൃത്യമായി നിർവഹിക്കാറുള്ള പ്രാർത്ഥനയാണ്. ഇത് ഇസ്ലാമിൻ്റെ ഏറ്റവും തനതായ ആദർശമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രവാചകൻ പറഞ്ഞു ദുആ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇബാദത്ത്. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധന അത് തന്നെയാണ് പ്രാർത്ഥന. അത് രണ്ടും ഒന്ന് തന്നെ. ഇത് നമ്മൾ പ്രാർത്ഥിക്കും, അത് ആരാധനയാണ്. ആ ആരാധന അല്ലാഹുവിന് മാത്രമല്ലേ നൽകാൻ പാടുള്ളൂ. ഇത് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയമല്ലേ. എന്നിട്ട് ചില ആളുകൾ അതിൻ്റെ പേരിൽ പോലും ഇവിടെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നില്ലേ. എങ്ങനെയാണ്? സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അള്ളാന്റെ ആയത്തുകളെ മനസ്സിലാക്കിയില്ല. സഹാബത്ത് വിശ്വസിച്ചതുപോലെ അള്ളാന്റെ ആയത്തിലെ അവർ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാ പ്രശ്നം. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത് നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ്. ഖുൽ, നബിയേ നീ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് മാത്രമേ ദുആ ചെയ്യൂ. അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കൂല. ഞാൻ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അവനിൽ യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കൂല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും തനതായ അടിസ്ഥാനപരമായ ആശയമാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ പോലും ഇവിടെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ പുസ്തകത്തിൽ ഒരു ചോദ്യം, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ എന്നാണ് ചോദ്യം. കൃത്യമാണ്. എന്താ പറയേണ്ടത്? ഒരിക്കലും അത് ഇസ്ലാമിന് യോജിച്ചതല്ല. അങ്ങനെ ആയത്തോ ഹദീസ് ഇസ്ലാമിലുള്ളത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അള്ളാഹനെ വിളിച്ച് തേടണം എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചാരാധിക്കാൻ പാടുള്ളൂ. മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കാൻ പാടില്ല. മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറയാൻ പാടില്ല എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ ആ പുസ്തകത്തിൽ അതിന് മറുപടിയായി പറയുന്നത് അനുവദനീയമാണ്. ഖുർആനിലും അത് ഹദീസിലും അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഏതാ ആയത്തോതിയത്? ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ് സ്വലാത വയുഅ്തൂനസ് സകാത്ത്. നോക്കൂ, നിങ്ങൾ ഓതുന്ന ആയത്തേതാ? അവരും ഓതുന്നത് ആയത്ത് തന്നെയാണ്. അതാ ഞാൻ ആമുഖമായി പറഞ്ഞത്, പല കക്ഷികളും എല്ലാവരും ഓതുന്നത് ആയത്താണ്. പക്ഷേ സഹാബികൾ മനസ്സിലാക്കിയത് എങ്ങനെ? ഈ ആയത്തിനെ സഹോദരന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നമുക്ക് പറഞ്ഞു തന്നത്. അത് കേട്ടത് പ്രവാചകന്റെ സ്വഹാബത്തല്ലേ. അവരാരെങ്കിലും ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കാൻ അവരാരെങ്കിലും തെളിവ് പിടിച്ചത് ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുമോ? ഇല്ല ഇല്ല. അങ്ങനെ ഒരു ഹദീസ് ഗ്രന്ഥത്തിലും കാണാൻ കഴിയൂലല്ലോ. ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറയുന്ന ആയത്ത്, അല്ലാഹു ആണ് നിങ്ങളുടെ സഹായി, റസൂലു ആണ് നിങ്ങളുടെ സഹായി, മുഅ്മിനീങ്ങളാണ് നിങ്ങളുടെ സഹായി. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളാണല്ലോ. അതുകൊണ്ട് ഔലിയാക്കൾ നിങ്ങളുടെ സഹായികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ അവർ തെളിവ് പറയുന്നത് എങ്കിൽ സഹോദരന്മാരെ, അത് പഠിപ്പിച്ച സഹാബത്ത്, അത് പഠിപ്പിച്ച പ്രവാചകൻ അങ്ങനെ തെളിവ് പിടിച്ചതായി ഏതെങ്കിലും ഒരു ഹദീസിൽ കാണാൻ കഴിയുമോ? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ സഹോദരന്മാരെ, ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താനാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇത് ഏതെങ്കിലും സംഘടനയോ അതിൻ്റെ വക്താക്കളെയോ തേജോവധം ചെയ്യാനാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. മനസ്സിലാക്കാനാണ്, ചിന്തിക്കാനാണ്. നമ്മൾ ഇത്ര കാലം വിശ്വസിച്ചു പോകുന്ന വിശ്വാസങ്ങൾ അത് ഉള്ളതാണോ? അത് ശരിയാണോ? അതൊക്കെ റെഡിയാണോ എന്ന് സഹോദരന്മാരെ ഒന്ന് ആത്മാർത്ഥമായ ഒരു വിചിന്തനം നടത്താൻ,
ഒരു സംഘടനയെ കുറ്റപ്പെടുത്താനാണെങ്കിൽ എന്തിനാണ് ഇത്ര പൈസ മുടക്കി, സമയം മുടക്കി, എന്തിന് നമ്മളിവിടെ ഇരിക്കണം? അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് മഹാന്മാരായ പ്രവാചകന്മാർ അവർ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിൻ്റെ തനതായ ആശയാദർശങ്ങളെ ഇവിടെയുള്ള പാവപ്പെട്ട പാമരരായ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന അത്തബ്ലീഗ്, എത്തിച്ചു കൊടുക്കലാണ് ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ, ഈ പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ റിബിഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പേർഷ്യയുടെ സർവ്വസൈന്യാധിപനായിരുന്ന റുസ്തമിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് അവിടുന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ടല്ലോ, ആ ഒരു വർത്തമാനം സഹോദരന്മാരെ നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ടതാണ്. റുസ്തം ചോദിക്കുന്ന ഒരു ചോദ്യം, ഓ റിബിഅ ഇബ്നു ആമിറെ, തൻ്റെ സൈന്യവുമായി എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് തന്നെ കയറി വരാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നാണ്. ആ സമയത്ത് റിബിഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, ജിഅ്നാ ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ റബ്ബിൽ ഇബാദ്, അടിമകൾ ആരാധിക്കുന്നതിൽ നിന്ന് അടിമയുടെ ഉടമയായ റബ്ബുൽ ഇസ്സത്തിനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി, വമിൻ ദീഖി ദുനിയ ഇലാ സഅത്തിൽ ആഖിറ, ഈ നശ്വരമായ ഈ കുറച്ച് മാത്രമുള്ള ഈ ഭൗതികമായ സങ്കുചിതത്വ മനോഭാവങ്ങളിൽ നിന്ന് അനന്തമായ അറ്റമില്ലാത്ത ഒരു ലോകത്തേക്ക് ജനങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടി, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മതത്തിൻ്റെതായ ഒരുപാട് അക്രമങ്ങളുണ്ട് ഇവിടെ, അതിൽ നിന്ന് ഇസ്ലാമിൻ്റെ തനതായ നീതിയിലേക്ക് ജനങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഞങ്ങളിവിടെ വന്നത് എന്നതാണ്. ആ ദൗത്യത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് സഹോദരന്മാരെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല. നോക്ക് നിങ്ങൾ, ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ വളരെ സജീവമായി കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയാണല്ലോ മുഹയ്യിദ്ദീൻ മാല എന്ന് പറയുന്ന മാല. ആ മാലയിൽ എന്താ ഉള്ളത്? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. നോക്കൂ സഹോദരന്മാരെ, ഏത് സ്ഥലത്ത്, ഏത് ഭാഷയിൽ, ഏത് സമയത്ത് ആര് വിളിച്ചാലും അവരുടെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ ആ മാലയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാഹുവിൻ്റെ സിഫത്തിൽ പങ്കുചേർക്കലാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ അതിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആരെവിടെ നിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കാനും ആ വിളിക്ക് പരിഹാരം നൽകാനും അത് ഈ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹുവിന് മാത്രമാണ് കഴിയുന്നത്. അത് സൃഷ്ടികളായ ഒരാൾക്കും അതിന് കഴിയൂല. അമ്പിയാക്കന്മാർക്ക് അതിന് കഴിയില്ല, അതുപോലെ മഹാന്മാർക്കും അതിന് കഴിയൂല, ഔലിയാക്കൾക്കും അതിന് കഴിയൂല, ഒരു തങ്ങന്മാർക്കും ഒരു ബീവിമാർക്കും ഒരു ബാവമാർക്കും കഴിയൂല. അത് അല്ലാഹുവിന് മാത്രം കഴിയുള്ള കാര്യമാണ്. ഇതല്ലേ പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്തേ സഹോദരന്മാർ? ഇത് പഠിപ്പിക്കാനല്ലേ പ്രവാചകന്മാർ വന്നത്? എന്നാൽ അല്ലാഹുവിൻ്റെ സൃഷ്ടിയായ 460 ജനിച്ച് 530 മരിച്ചുപോയ ആ മഹാനായ ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കും, അതിന് ഉത്തരം നൽകുന്ന മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരു മാല ഉണ്ടാക്കിയിരിക്കുകയാണ്. സഹോദരന്മാരെ, എത്ര ഗൗരവാണ്! എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു. അതാണ് അസ്ല്, അതല്ലേ അടിസ്ഥാനം, അതല്ലേ ഇസ്ലാമിന്റെ പ്രമാണം. അല്ലാഹ് പറയാണ് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു. മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നല്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അത് ചില ആളുകൾ കെട്ടി ഉണ്ടാക്കിയതാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മഹാനായ ഒരു പണ്ഡിതൻ, തൗഹീദിന് വേണ്ടി നാടായ നാടുകളിൽ ഇറങ്ങി പ്രസംഗിച്ച ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ച് ദീനിനെ ജീവിപ്പിച്ചത് കൊണ്ടാണ് മുഹയ്യിദ്ദീൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചത്. ആ മഹാനായ ഷെയ്ഖിന്റെ പേരിൽ ആരോ ഉണ്ടാക്കി, ഒരു കോഴിക്കോട്ടുകാരനായ ഒരാൾ ഉണ്ടാക്കിയ മാലയാത്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രമാണം. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങളുടെ വിളിക്കുത്തരം നൽകാം, ഞാൻ അതിന് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ.
എന്നെ വിളിക്കാതെ എനിക്ക് ഇബാദത്ത് ചെയ്യാതെ മാറി നിൽക്കുന്നവരാരാണോ അവരെല്ലാം നരകത്തിൽ നിന്ദ്യനായി പ്രവേശിക്കുന്നതാണ്. ഇതല്ലേ സഹോദരന്മാരെ പ്രമാണം. അള്ളാഹിനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും മഹാനായ യാക്കൂബ് നബി തേടിയതുപോലെ ഖാല ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ ജീവിതത്തിൽ എന്ത് അപരാധി ഉണ്ടായാലും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഖാല ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. ഞാനതാ അല്ലാഹുവിലേക്കാണ് തേടുന്നത്. സ്വന്തം മകനായ യൂസുഫ് നബി നഷ്ടപ്പെട്ടപ്പോ കാണാൻ എന്ത് സൗന്ദര്യമുള്ള മോനാണ്. തൻ്റെ സഹോദരന്മാർ തന്നെ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടപ്പോഴും ആ യാക്കൂബ് നബിയെ അറിഞ്ഞില്ലല്ലോ. അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കരഞ്ഞ് 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 അദ്ദേഹത്തിൻ്റെ കണ്ണ് പോലും വെള്ള നിറമായി. وبيضت عيناه من الحزن فهو كظيم. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പോലും ആ വിഷമം പറഞ്ഞത് ആരോടാ? അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മഹാന്മാരായ പ്രവാചകന്മാരോട് തേടിയിട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബി തേടിയത് ആരോടാ? ഇസ്മായിൽ നബി തേടിയത് ആരോടാ? യാക്കൂബ് നബി തേടിയത് ആരോടാ? ഏതെങ്കിലും പ്രവാചകന്മാരുടെ തേട്ടം വിശുദ്ധ ഖുർആനിൽ റബ്ബനാ റബ്ബി എന്നല്ലാതെ, അല്ലാഹുമ്മ എന്നല്ലാതെ ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ തേടിയിട്ടുണ്ടോ? അതല്ലേ സഹോദരന്മാരെ അടിസ്ഥാനം, അതല്ലേ പ്രമാണം. അല്ലാഹ് പറയുന്നു എന്നോട് നിങ്ങൾ തേടിക്കോ, ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ ആയത്തിന് കീഴിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. ഹാദാ മിൻ ഫദ്ലിഹി തബാറക വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കാരുണ്യമാണ് ഈ ആയത്ത് എന്നാണ്. എന്താ കാരണം? വകറമിഹി, അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്. അന്നഹു നദബ ഇബാദഹു ഇലാ ദുആഇ. തൻ്റെ അടിമകളെ അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ വേണ്ടി തൻ്റെ അടിമകളെ പ്രേരിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. വതകഫല ലഹും ബിൽ ഇജാബ. അവർ തേടിയാൽ ഉത്തരം നൽകും എന്ന് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് എന്ന് ആരാ പറയുന്നത്? അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വിളിച്ച് തേടാൻ പ്രേരിപ്പിക്കുമ്പോൾ ചില ആളുകൾ മുഹ്യിദ്ദീൻ മാല ചൊല്ലിക്കോളി, മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞ് അതിലേക്ക് കൊണ്ടുപോവുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. ഏതാ ശരി നമുക്ക് തീരുമാനിക്കാം. മുഹ്യിദ്ദീൻ മാല ഒരു ഭാഗത്ത് വെക്കാം, വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് വെക്കാം. മുഹ്യിദ്ദീൻ മാലയിൽ പറയുന്നു വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. ഇത് മുഹ്യിദ്ദീൻ മാലയിലുള്ളത്. അല്ലാഹ് പറയുന്നു വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് തോടിക്കോ, ഞാൻ ഉത്തരം നൽകാം. സഹോദരന്മാരെ, ഏതാണ് നമ്മൾ എടുക്കുക? ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും ഒരിക്കലും മുഹീദ്ദീൻ ശൈഖിനെ അള്ളാനെ പോലെ ഞങ്ങൾ കാണുന്നില്ല, അതല്ലെങ്കിൽ മമ്പുറം തങ്ങൾ അള്ളാനെ പോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ പാപികളല്ലേ, തെറ്റ് ചെയ്യുന്നവരല്ലേ, രാത്രിയും പകലും ഹറാമ് കാണുന്നവരല്ലേ, കേൾക്കുന്നവരല്ലേ, പറയുന്നവരല്ലേ. അതുകൊണ്ട് ഈ പാപികളായ സാധുക്കളായ ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തേടിയാൽ അവിടേക്ക് എത്തുമോ? അതുകൊണ്ട് ഞങ്ങൾ മഹാന്മാരായ ഔലിയാക്കളെ, അതല്ലെങ്കിൽ അമ്പിയാക്കന്മാരെ, ഞങ്ങൾ അവരെ ഒരു മധ്യവർത്തികളായി സ്വീകരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് സാമീപ്യം സിദ്ധിച്ച ആ മഹാന്മാർ അള്ളാഹിനോട് പറയട്ടെ എന്നാ ചില ആളുകൾ ന്യായം പറയാറുള്ളത്. സഹോദരന്മാരെ, എന്നാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്താ? അവർ അള്ളാഹിനെ പോലെ വേറെ അള്ളയാണ് ഇബ്രാഹിം നബി എന്ന് വിശ്വസിച്ചവരാണോ? ലാത്തയും മുസ്സയും മനാത്തയും ഹുബലും അവരെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണല്ലോ. ആ വിഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹിനെ പോലെ കഴിവുണ്ടെന്നോ അതല്ലെങ്കിൽ അതൊരു വേറെ അള്ളയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ആണോ? നിങ്ങൾ ചിന്തിക്കുക സഹോദരന്മാരെ. പഠിക്കാൻ വേണ്ടി ചില ചിന്തകൾ ഇട്ട് തരികയാണ്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്? ഒരിക്കലുമല്ല സഹോദരന്മാരെ. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ്? ഭൂമിയെ സംവിധാനിച്ചവൻ ആരാണ്? മക്കയിലെ മുശ്രിക്കിനോട് നബിയെ നീ ചോദിച്ചു കഴിഞ്ഞാൽ വസഖറ ശംസ വൽ ഖമറ, അതുപോലെ ഈ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി നൽകിയവൻ ആരാണ് എന്ന് മക്കയിലുള്ള അബൂജഹലിനോട് ചോദിച്ചാൽ, ഉത്ബയോട് ചോദിച്ചാൽ, ശൈബയോട് ചോദിച്ചാൽ അവരൊക്കെ പറയും ലയഖൂലുന്നല്ലാഹ്, അതൊക്കെ അല്ലാഹുവാണ്. നോക്കൂ നിങ്ങൾ,
അപ്പോൾ അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചത്, പരിപാലിച്ചത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒക്കെ അള്ളയാണ് എന്നാണ് ആരുടെ വിശ്വാസം? മക്കയിലുണ്ടായിരുന്ന ബദർ യുദ്ധത്തിൽ നബിക്കെതിരെ പോരാടിയ മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഇതെവിടുന്നാ കിട്ടിയത്? സഹോദരന്മാർ, വിശുദ്ധ ഖുർആനിലുള്ളതാണ്, പ്രമാണങ്ങളിലുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വലഇൻ സഅൽതഹും മൻ നസല മിനസ്സമാഇ മാആ, ആകാശത്തിൽ നിന്ന് മേഘപാളികളിൽ നിന്ന് പേമാരി പെയ്യിപ്പിക്കുന്നവൻ ആരാണ്? ഇത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ആ വെള്ളം മുഖേന നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കിയവൻ ആരാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അതൊക്കെ അള്ളയാണ്. അപ്പം അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേരെന്താ സഹോദരന്മാരെ? അബ്ദുള്ള എന്നല്ലേ? അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാന്റെ അടിമാന്ന്. അപ്പൊ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹിൽ വിശ്വാസം ഉണ്ടെന്ന് അതിന് തന്നെ വ്യക്തമല്ലേ? ക്ലിയറാണ്, ലളിതമാണ്. ഖുൽ, നബിയെ നീ അവരോട് ചോദിക്കുക, മയ്യർസുഖുകും മിനസ്സമാഇ വൽ അർള്, ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് പുറപ്പെടുവിപ്പിച്ച് നൽകുന്നവൻ ആരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാറ, നിങ്ങൾക്ക് ഈ കാഴ്ചയും ഈ കേൾവിയും അധീനപ്പെടുത്തി തന്നതാരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ നിങ്ങൾക്ക് അതാ പുറപ്പെടുവിപ്പിച്ച് നൽകിയവൻ ആരാണ്? എന്നിട്ടുള്ള ചോദ്യം ശ്രദ്ധിക്കണേ. വമൻ യുദബ്ബിറുൽ അംറ, എവിടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ ആരാണ്? ലോകത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന അബൂജഹലിനോട് ഉത്ബയോടും ഷൈബയോടും ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. എന്നാൽ മുസ്ലിം ആണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മളെ നാട്ടിലെ ചില ആളുകളോട് സഹോദരന്മാരെ, വളരെ കുറച്ചാളുകൾ, അവർ വിശ്വസിക്കുന്നത് എന്താ? ലോകം നിയന്ത്രിക്കുന്ന ചില ഔലിയാക്കളാണ്, CM മടവൂരാണ് എന്നല്ലേ? അപ്പൊ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനേക്കാൾ വിശ്വാസത്തിൽ വഴിപിഴച്ചു പോയിട്ടുണ്ട് ഇന്നത്തെ മുസ്ലിം നാമധാരികൾ എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ക്ലിയർ അല്ലേ സഹോദരന്മാരെ? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ലോകം നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. മഴയിറക്കി തരുന്നത് ആരാ? അവർ പറയും അല്ലാഹ്. ഇന്ന് ചില ആൾക്കാരോട് ഇതൊക്കെ ചോദിച്ചാൽ എന്താ മറുപടി പറയാം? അത് ചില ഔലിയാക്കന്മാരാണ്, അത് ചില CM മടവൂരിനെ പോലെയുള്ള ചില ഔലിയാക്കളാണ് എന്നല്ലേ മറുപടി പറയുന്നത്. അപ്പൊ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കിനേക്കാൾ വിശ്വാസത്തിൽ അതമ്പതിച്ചു പോയിട്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സഹോദരന്മാരെ സത്യം. അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളുക, ഇതാണ് പ്രമാണം പഠിപ്പിക്കുന്നത്. പിന്നെ എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? ഇതൊക്കെ അള്ളാഹ് ഒല അംഗീകരിച്ചിരിക്കണമെങ്കിൽ പിന്നെ സഹോദരന്മാരെ ബദർ യുദ്ധം ഉണ്ടാവണോ? പിന്നെ ഉഹുദ് ഉണ്ടാവണോ? പിന്നെ ഖന്തഖ് ഉണ്ടാവണോ? അഹ്സാബ് യുദ്ധം വേണോ? പിന്നെ ഇതൊക്കെ അള്ളാഹ് അവർക്കൊരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം? അത് മഹാനായ ഇമാം മുസ്ലിം തന്റെ സ്വഹീഹുൽ മുസ്ലിമിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് ഹജ്ജുണ്ട്, സ്വലാത്തുണ്ട്, സിയാമുണ്ട്, തൽബിയത്തുണ്ട്. എന്താ കാരണം? അവരൊക്കെ ഇബ്രാഹിം നബിന്റെ അനുയായികളാണ് അല്ലേ? അപ്പൊ ഇബ്രാഹിം നബി എന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ അവരിൽ ഉണ്ട്. പക്ഷേ ഇസ്ലാമിലുള്ളത് പോലെയല്ല. അവർ ചെയ്യുന്ന ഹജ്ജിൽ അറഫയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരായി പറഞ്ഞു അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും അറഫയാണ്. ആർക്കെതിരായി പറഞ്ഞതാ? ബൗദ്ധ വിശ്വാസികൾക്കെതിരായി പറഞ്ഞതാണ്. എന്നാൽ അവർക്കും ഹജ്ജുണ്ടായിരുന്നു, അവർക്കും തവാഫ് ഉണ്ടായിരുന്നു, അവർക്കും തൽബിയത്തുണ്ടായിരുന്നു. ആ തൽബിയത്തിൽ അവർ ചൊല്ലിയിരുന്ന വാചകം കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹ് നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകി വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹ് നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ആരാ പറയുന്നത്? മക്കയിലുള്ള മുശ്രിക്കീങ്ങളാണ്. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും വൈലക്കും ഖദ് ഖദ്, അതേ അവിടെ അങ്ങ് നിർത്തിയേക്ക്, ഇപ്പൊ പറഞ്ഞത് തൗഹീദാണ്, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നും പറയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. പക്ഷേ ഫയഖൂലൂന, അവർ ഇങ്ങനെ കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കും, ഇല്ല
ഇല്ലാ ശരീകൻ, അല്ലാ നിനക്കൊരു പങ്കുകാരനുണ്ട്. പക്ഷെ ആ പങ്കുകാരൻ അല്ലാ നിന്റെ പോലെയുള്ള വേറെ ഒരു അള്ളയാണെന്നൊന്നും അവർ വിശ്വസിച്ചില്ല. അല്ലാ നിന്നെ പോലെയുള്ള വേറൊരു അള്ളയാണ്, നമ്മളീ പറയുന്ന അള്ളയിലൊന്നുമല്ല അവർ വിശ്വസിച്ചിരുന്നത് എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അല്ല അല്ല, അവരും വിശ്വസിച്ചത് നമ്മൾ വിശ്വസിക്കുന്ന അതേ അള്ളയിൽ തന്നെയാണ്. പക്ഷേ ഹുവലക, അല്ലാ നിനക്ക് ചില പങ്കുകാരുണ്ട്. ആ പങ്കുകാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഹുവലക, ആ പങ്കുകാർ നിന്റേത് തന്നെയാണ്. തംലികുഹു, നീയാണ് അവരെ ഉടമപ്പെടുത്തിയിട്ടുള്ളത്. വമാ മലക, ആ പങ്കുകാർ വല്ലതും ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാ അതൊക്കെ നീ കൊടുത്ത കഴിവാണ്. അല്ലാ അതൊക്കെ നീ കൊടുത്ത കഴിവാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അപ്പൊ കൊടുത്ത കഴിവാണ് ആരുടെ വാദ? ആരുടെ വാദ? മക്കാ മുശ്രിക്കീങ്ങളുടെ വാദാണ്. വ്യക്തമല്ലേ സഹോദരന്മാരെ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. ലാത്ത, ഉസ്സ, മനാത്ത, ഹുബൽ, ഇബ്രാഹിം നബി, ഇസ്മായിലിന് ഇതൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചിരുന്ന ഒരു ഭാഗം മക്കയിലുണ്ടായിരുന്നു മുശ്രിക്കീങ്ങൾ. ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ പ്രാർത്ഥിക്കും. അവരുടെ വിശ്വാസം എന്താ? ഖുർആൻ പരിശോധിച്ചാൽ വ്യക്തമായി കിട്ടും. അല്ലെ, ലാത്ത എന്ന് പറയുന്ന മഹാനായ ഒരു സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് പായസവും റൊട്ടിയും വെള്ളവും കൊടുത്തിരുന്ന സ്വാലിഹായ ഒരു മനുഷ്യൻ. കുറേ കാലം അദ്ദേഹം ആ ജോലി നിർവഹിച്ചു. പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. അപ്പം ആളുകൾക്കൊക്കെ വലിയ സങ്കടം. മഹാനായ സ്വാലിഹായ നല്ലവനായ മനുഷ്യൻ മരിച്ചുപോയല്ലോ. ശൈത്താൻ അവരിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, സ്വാലിഹായ ഒരു മനുഷ്യനല്ലേ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു എന്നാണ്. ആ കല്ലിന് അവർ ലാത്ത എന്ന് പേരിട്ടു. ലാത്ത എന്ന് പേരിട്ടു. ആ സമൂഹം മരിച്ചുപോയി, അവരാരാധിച്ചില്ല. അടുത്ത ഒരു തലമുറ വന്നപ്പോൾ പിശാച് അവരിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് റൊട്ടിയും പായസവും ഒക്കെ കൊടുത്ത സ്വാലിഹായ ഒരു മനുഷ്യനാട്ടോ അദ്ദേഹം. അതുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അവരോട് പറഞ്ഞു. അള്ളാഹിൻ്റെ സാമീപ്യം സിദ്ധിച്ച മഹാനല്ലേ ലാത്ത. ആ ലാത്ത നമ്മുടെ വിഷമങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോളും. അപ്പം ആ ലാത്തയെക്കുറിച്ച് അവരുടെ വിശ്വാസം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കൊടുത്ത കഴിവുണ്ട് അദ്ദേഹത്തിന്. അത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ദൂരീകരിച്ചു നൽകും എന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. നോക്ക് നിങ്ങൾ 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 3-ാമത്തെ വചനം എടുത്തോ. 10-ാം അധ്യായം സൂറത്തു യൂനുസിൻ്റെ 18-ാമത്തെ ആയത്തെടുത്തോ. 26-ാം അധ്യായം സൂറത്ത് ശുആറായിൻ്റെ 70 മുതൽ 74 വരെയുള്ള ആയത്തുകൾ പഠിച്ചാൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ വിശ്വാസം ക്ലിയറാണ്. സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു അല്ലാത്ത ചില ആളുകളെ, ഔലിയാക്കളെ, സഹായികളായി സ്വീകരിച്ചിരുന്ന മക്കയിലുണ്ടായിരുന്ന ചില ആളുകൾ, മാ നഅ്ബുദുഹും, അവർ പറഞ്ഞിരുന്ന വാദമാണത്, അവർ വിശ്വസിച്ചിരുന്ന വാദമാണത്. മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരോട് തേടുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരിക്കലും ഞങ്ങൾ അവരോട് തേടുന്നില്ല എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞ വാചകം, അവരുടെ വാദം വിശുദ്ധ ഖുർആനിൽ പറയുന്നു. സൂറത്ത് യൂനുസിൽ വന്നാൽ കാണാം, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുറുഹും, യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത അല്ലാഹുവിനെ കൂടാതെയുള്ള ചില ഔലിയാക്കന്മാരെ അവരെ ആരാധിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്ന വർത്തമാനം എന്താണ്? വയഖൂലൂന, അവരിങ്ങനെ പറഞ്ഞിരുന്നു, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെയുണ്ടല്ലോ അള്ളാന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, ഞങ്ങളുടെ ശുപാർശകരാണ്. ഇതെല്ലാം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. നോക്കൂ, അതേ വാദമല്ലേ സഹോദരന്മാരെ ഇന്ന് നമ്മുടെ ചില സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചില ആളുകൾ കടന്നു വന്നു. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅ്ത, അല്ലാഹും അങ്ങയും ഉദ്ദേശിച്ചാൽ എന്നൊരു വാചകം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ചോദിച്ചത് എന്താണെന്നറിയും? അജഅൽതനി ലില്ലാഹി നിദ്ദാ, അല്ലാഹുവിന് നീ എന്നെ സമന്മാർ ഉണ്ടാക്കുകയാണോ? അള്ളാഹിന്റെ സ്ഥാനത്ത് നീ എന്നെ വെക്കുകയാണോ? പാടില്ല.
ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയണം. നോക്കൂ, നിങ്ങൾ തൗഹീദ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ. ഒരിക്കലും എൻ്റെ പേര് കൂട്ടി ചേർക്കാൻ പാടില്ല എന്ന് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹുനൈൻ യുദ്ധമുണ്ടായ സമയത്ത് ചില സഹാബികൾ മുസ്ലിമായ സമയത്താണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്. അധിക കാലമൊന്നും ആയിട്ടില്ല മുസ്ലിമായിട്ട്. അപ്പോൾ ആ ജാഹിലിയത്തിൻ്റെതായ ശിർക്കിൻ്റെതായ ചില അംശങ്ങൾ, വിശ്വാസങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. മുശ്രിക്കീങ്ങളൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവരുടെ വാളിന് ബറക്കത്ത് കിട്ടാൻ വേണ്ടി അവർ തൂക്കിയിട്ടിരുന്ന ഒരു മരമുണ്ട്, ദാത്തു അൻവാത്ത് എന്നാണ് അതിൻ്റെ പേര്. ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ചില സഹാബികൾ, അടുത്തിടെ മുസ്ലിമായ ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ബറക്കത്ത് കിട്ടാൻ വേണ്ടി അവർ തൂക്കിയിടുന്നത് പോലെയുള്ള ഒരു മരം, ദാത്തു അൻവാത്ത്, ഞങ്ങൾക്കും നിശ്ചയിച്ചു തരുമോ നബിയെ? ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്, അവർക്കൊരു ദാത്തു അൻവാത്ത് മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ നിശ്ചയിച്ചു തരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബികൾ പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറയുന്നത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. ഇന്നക്കും ഖുൽതും വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, ഈ മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇസ്രായേലി സന്തതികൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചതുപോലെ ഞങ്ങൾക്കൊരു ആലിഹത്തിനെ, ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചോദിച്ചത് എന്നാണ്. ഇപ്പം എത്ര ഗൗരവമുണ്ട്. ഒരു മരത്തും ഒരു വാളിടാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളൂ, അതിനാണ് ഒരു ഇലാഹിനെ നിങ്ങൾ നിശ്ചയിച്ചു തരുമോ എന്നാ നിങ്ങൾ ചോദിക്കണത് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി കൊടുത്തത്. എന്നാൽ നമ്മളെ നാട്ടിൽ കുറച്ച് ദൂരപ്രദേശത്ത് ഒരു മരമുണ്ട്, അതിങ്ങനെ കിടത്തി വച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ കുറേ പച്ച കളറുള്ള പുതപ്പൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ചില ആളുകൾ അതിൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ ദുആ ചെയ്യാണ്, പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? മരത്തിൻ്റെ മുമ്പിലുള്ളതാ. മരത്തിനോടാ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെ. ബറക്കത്തിന് വേണ്ടി തൂക്കിയിടാൻ ഒരു വാള്, തൂക്കിയിടാൻ ഒരു മരം നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ ഒരു മരം ഇങ്ങനെ കിടത്തി വെച്ച് അതിൻ്റെ മേലെ ഒരു പച്ച പുതപ്പും വിരിച്ച്, ഏത് പ്രശ്നങ്ങളുണ്ടോ, കുട്ടികളില്ലയോ, നിങ്ങൾ അവിടെ പോയാൽ മതി എന്നാ ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ വിശ്വാസം? പിഴവല്ലേ? പ്രമാണങ്ങളുള്ള വിശ്വാസവും ഇത് രണ്ടും സഹോദരന്മാരെ, ഈ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതല്ലേ സഹോദരന്മാരെ യാഥാർത്ഥ്യം. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ചില സഹോദരങ്ങൾക്ക് വിഷമുണ്ടാവും. പക്ഷേ ഇതൊക്കെയാണ് സഹോദരന്മാരെ പ്രമാണങ്ങളിൽ ഉള്ളത്. നോക്ക് നിങ്ങൾ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിനെ നമുക്കൊക്കെ അറിയാം അല്ലേ? കഅബയിൽ അവിടെ ഉംറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കല്ലാണ്. ആ കല്ല് സ്വർഗത്തിലെ കല്ലാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. ആ കല്ലിനെ കുറിച്ച് സ്വഹാബത്തിന്റെ വിശ്വാസം എന്താ? നമ്മളൊന്ന് പഠിക്കാലോ. ആ കല്ലിനെ കുറിച്ച്, അഥവാ സ്വർഗത്തിലെ കല്ലാണെന്ന് ഉറപ്പുള്ള കല്ല്, പ്രവാചകൻ ബഹുമാനിച്ച കല്ല്, പ്രവാചകൻ മുത്തം കൊടുത്ത ആ കല്ലിനെ കുറിച്ചുള്ള സ്വഹാബത്തിന്റെ വിശ്വാസം എന്ത്? അവരെ വിശ്വസിച്ചതുപോലെയുള്ള നമ്മൾ വിശ്വസിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ഇന്നി ലഅലമു അന്നക ലഹജറുൻ, ഓ ഹജറുൽ അസ്വദേ, നീ ഒരു വെറും കല്ലാണെന്ന് എനിക്കറിയാം കേട്ടോ. ലാ തൻഫഉ വലാ തദുറു, ഒരു ഉപകാരമോ ഉപദ്രവമോ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലേ നിനക്ക് ചെയ്യാൻ കഴിയൂല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, എൻ്റെ മുത്ത് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുത്തുമായിരുന്നില്ല. നിനക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയൂല എന്ന് എനിക്കറിയാം, ഒരു ഉപദ്രവവും നിനക്ക് ഉണ്ടാക്കാൻ കഴിയൂല എന്ന് എനിക്കറിയാം എന്ന് സഹാബത്തിന്റെ വിശ്വാസം. ഏത് കല്ലിനെ കുറിച്ച്? ഹജറുൽ അസ്വദിനെ കുറിച്ച്.
എന്നാൽ മണ്ണാർക്കാടിനടുത്ത് നാട്ടുകല്ല് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു കല്ലിങ്ങനെ നാട്ടിവെച്ചിരിക്കുന്നു. എന്താ ജനങ്ങളുടെ വിശ്വാസം? എന്ത് പ്രശ്നങ്ങളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടായാലും എന്ത് ദുഃഖങ്ങളുണ്ടായാലും കുട്ടികളില്ലേ, നിങ്ങൾ പൊയ്ക്കോ നാട്ടുകല്ലിലേക്ക്. SSLC പാസ്സാവണോ, പൊയ്ക്കോ നാട്ടുകല്ലിലേക്ക്. കുട്ടികളെ കെട്ടിച്ചയക്കണോ, പൊയ്ക്കോ നാട്ടുകല്ലിലേക്ക്. അവിടെ ചെന്ന് വിഷമം പറഞ്ഞാൽ തീരാത്ത എന്ത് വിഷമമാണുള്ളത് എന്ന് പ്രസംഗിക്കുന്ന ഉസ്താദുമാരില്ലേ, ആളുകളുടെ വിശ്വാസത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിനെ കുറിച്ച് സ്വഹാബത്തിന്റെ വിശ്വാസം എന്താ? ഒരടിസ്ഥാനവും ഇല്ലാത്ത നാട്ടുകല്ലിനെ കുറിച്ച് ചില ആളുകൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ. സഹോദരന്മാരെ, കൃത്യമല്ലേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടേ? നോക്ക് നിങ്ങൾ, നമ്മുടെ നാടുകളിലൊക്കെ വളരെ സജീവമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര മാലമൗലിദുകളാണുള്ളത്. ഷറഫുൽ അലാം എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്. അതിൽ പറയുന്ന ഒരു വരി നോക്കൂ നിങ്ങൾ, എത്രമാത്രം അപകടം പിടിച്ച വരിയാണ്. ഇത് ആരെയും വിഷമിപ്പിക്കാൻ പറയുന്നതല്ല സഹോദരന്മാരെ. നോക്ക് നിങ്ങൾ, അതിൽ പറഞ്ഞ അപകടം പിടിച്ച വരികൾ: അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിളിക്കുന്നത്. നബിയെ, അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. സന്തോഷവാർത്ത അറിയിക്കുന്ന നബിയെ, താക്കീതുകാരനായ നബിയെ, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ ഇതാ അങ്ങയിലേക്ക് നന്നായി തിരിക്കുന്നു. ആരോടാ ചോദിച്ചത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇത് അപകടമാണ്, ഇത് ശിർക്കാണ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചുകൊടുക്കലാണ്, നബി അമിതമായി പുകഴ്ത്തലാണ്. നബിയെ മദ്ഹല്ലേ എന്ന് പറഞ്ഞത് ചൊല്ലിക്കൂടെ, കാരണം അത് ശിർക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. മറിയമിന്റെ മകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രിസ്ത്യാനികൾ അമിതമായി പുകഴ്ത്തി വാഴ്ത്തിക്കൊണ്ടതാ. അവർ ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞതുപോലെ, ദൈവമാണെന്ന് പറഞ്ഞതുപോലെ എന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്താൻ പാടില്ല കേട്ടോ. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിൻ്റെ അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലു, അള്ളാന്റെ അടിമ, അള്ളാന്റെ ദൂതൻ എന്നതിനപ്പുറത്തേക്ക് എന്നെ അമിതമായി നിങ്ങൾ പുകഴ്ത്താൻ പാടില്ല. എന്നാൽ ഈ വരിയിൽ പറയുന്നത് എന്താ? നബിയേ, അങ്ങയുടെ അടിമയാണ് ഞങ്ങൾ. ഇത് ശരിയാണോ സഹോദരന്മാരെ? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര വിളികളാണ് എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ടുള്ളത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ, ഇബാദി എന്നല്ലേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അത് പറയാനുള്ള അവകാശം എന്നെയും നിങ്ങളെയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള അവകാശവാദമല്ലേ അത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ചു കൊടുക്കാൻ പാടുണ്ടോ? കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എന്നെ കുറിച്ച് എൻ്റെ അടിമകൾ, അത് അള്ളാഹ്ക്ക് പറയാനുള്ള അവകാശം, അള്ളാഹ്ക്ക് മാത്രമുള്ള അവകാശം. എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബുൻ, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ് എന്ന് നീ പറഞ്ഞു കൊടുക്കണേ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി ചോദിക്കുന്ന വിഷയം ഏതാ? ഫളകൽ ജമ്മൽ ഗഫീറു, അനുഗ്രഹമാ ചോദിക്കുന്നത്. ഫളല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാണോ സഹോദരന്മാരെ ഫളലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: വഅന്നൽ ഫദ്ല ബിയദില്ലാഹ്, വഅന്നൽ ഫദ്ല ബിയദില്ലാഹ്. ആ ഫദ്ലൊക്കെ ഉള്ളത് അല്ലാഹുവിൻ്റെ അരികിലാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ അത് കൊടുക്കുന്നത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അനുഗ്രഹത്തിൻ്റെ ഉടമ അല്ലാഹുവാണ്. അതുകൊണ്ട് ഫദ്ൽ ചോദിക്കേണ്ടത് അല്ലാഹുവോടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. ഇത് ഗൗരവല്ലേ?
ഇത് അള്ളാഹിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലല്ലേ? ഇതിൽ വല്ല സംശയത്തിനുള്ള വല്ല പഴുതും ഇതിലുണ്ടോ സഹോദരന്മാരെ? വളരെ ലളിതമാണിത്. അതേ മൗലിദിൽ തന്നെ ഏറെ അപകടം പിടിച്ച വേറൊരു വരി നോക്കൂ നിങ്ങൾ. ഫഅഗ്സിനി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. സഈർ എന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നബിയെ, എന്നെ സഹായിക്കണേ, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. പ്രയാസഘട്ടങ്ങളിൽ എനിക്ക് സഹായി ആയവരെ, എനിക്ക് അഭയമായവരെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടുകയാണ്. യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. എൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എന്നെ സഹായിക്കുന്ന നബിയെ അങ്ങയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം. അമിതമായി എന്നെ പുകഴ്ത്തല്ല, പുകഴ്ത്തി ഇങ്ങനെ ഒരു അവസ്ഥയെത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടറിഞ്ഞത് കൊണ്ടാണ് സഹോദരന്മാരെ മുമ്പേ പറഞ്ഞു, അമിതമായി എന്നെ പുകഴ്ത്താൻ പാടില്ല. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമി ഫീ ഗദി. നാളെ ജഹന്നമിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പറയുന്നത്. നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നബിയെ കൊണ്ട് സാധിക്കുമോ സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് നബി എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് പഠിച്ചാൽ മതിയല്ലോ. നമ്മുടെ ഹദീസിക്ക് വരിക നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ അമലുഹു വൽ ജന്ന. ഒരാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വലാ അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെ തന്നെയാണോ നബിയെ? നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട്, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നബിയെ അങ്ങേക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂലേ? ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ലാ വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. ഇല്ല ഈ ഉള്ളവനും കഴിയൂല കേട്ടോ. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഫദ്ലിനുണ്ടെങ്കിലല്ലാതെ, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യമുണ്ടെങ്കിലല്ലാതെ ഈ ഉള്ളവന് പോലും സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല സ്വർഗത്തിൻ്റെ ഉടമ, നരകത്തിൻ്റെ ഉടമ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് അല്ലാഹുവാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവിനല്ലാതെ അതിൽ നിന്ന് ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയൂല. ആ തേട്ടങ്ങൾ അല്ലാഹുവോടെ ചോദിക്കാൻ പാടുള്ളൂ. ആ തേട്ടം മാല മൗലിദിൽ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. ഇത് അപകടമാണ്, പാടില്ലാത്തതാണ്. നോക്ക്, സുബ്ഹാന മൗലിദിൽ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ തന്നെ അങ്ങ് ശിർക്ക് വെക്കുകയാണ്. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മൂബിഖാതി അൻത സത്താറുൽ മസാവി. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് തന്നെ അതേപോലെ അങ്ങ് ശിർക്ക് വെച്ചിരിക്കുകയാണ്. നബിയെ, താങ്കളാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ, അഖില ദോഷങ്ങളും മൂടിവെക്കുന്നവൻ. നബിയെ, അങ്ങയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അള്ളാഹുവിനെ ഗഫാർ എന്നുള്ള പേര് നബിക്ക് അങ്ങ് വെച്ചുകൊടുത്തു. ഗൗരവല്ലേ? എന്നാൽ വിശുദ്ധ ഖുർആനിൽ എന്താ അള്ളാഹ് പറഞ്ഞത്? അത് നമ്മൾ പഠിക്കണമല്ലോ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം ചെയ്താൽ, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപത്തിനു വേണ്ടി അള്ളാഹുവോട് അവർ തേടട്ടെ. പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? ഇതെവിടെയാ ഉള്ളത്? വിശുദ്ധ ഖുർആനിൽ. എന്നാൽ മാലയിലോ മൗലിദിലോ നബിയെ, അങ്ങയാണ് പാപം പൊറുക്കുന്നവൻ, അൻത സത്താറുൽ മസാവി, അങ്ങയാണ് അഖില ദോഷങ്ങളും മൂടിവെക്കുന്നവൻ. അപ്പോൾ ഖുർആൻ വേണോ, മാല മൗലിദ് വേണോ? ഖുർആൻ ഒരു ഭാഗത്ത് വെച്ചോ. അതാണല്ലോ ഇസ്ലാമിൻ്റെ അസ്ല്, അടിസ്ഥാനം. അതാണല്ലോ പ്രമാണം. അതാണല്ലോ ഇസ്ലാമിൻ്റെ ഊർജം.
എന്നാൽ മറ്റേ മാല മൗലിദൊക്കെ ഒരു സൈഡിലും വെക്കുക. ഇതിൽ നേരെ ഘടകവിരുദ്ധമാണ് ഖുർആനിലുള്ളത്. ഖുർആന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ മാലയിലും മൗലിദും ഉള്ളത്. ശിർക്കാണ്, പാടില്ല. സഹോദരന്മാരെ, ഇത് ചൊല്ലി ഇത് വിശ്വസിച്ച് മരിച്ചു പോയാൽ നാളെ ഖിയാമത്ത് നാൾ വലിയ നഷ്ടക്കാരായി നമ്മൾ മാറും. ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ സലാം ബൈത്തിൽ വന്നാൽ കാണാം, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. തെറ്റുകൾ മായ്ച്ചു കളയുന്ന നബിയെ അങ്ങേക്ക് സലാമുണ്ട്. പ്രയാസങ്ങൾ നീക്കി തരുന്ന നബിയെ അങ്ങേക്ക് സലാമുണ്ട്. പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങൾ നീക്കിത്തരാൻ പറ്റുമോ? പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ എത്ര പ്രയാസങ്ങളാണ് സഹോദരന്മാരെ. പട്ടിണി കൊണ്ട് പ്രയാസം അനുഭവിച്ച് ഒരുപാട് കാലം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പ്രവാചകൻ മരിച്ചു എന്നതിന് ശേഷം പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക എന്നത് എന്തൊരു വിരോധാഭാസമാണ്. മഹാന്മാരായ ബദരീങ്ങൾ, അതിൻ്റെ നേതാവാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ പ്രവാചകനുണ്ടായി. എന്നിട്ട് ആ ബദരീങ്ങളോട് വിളിച്ചു തേടുകയാണ്. ബദരീങ്ങൾ റമദാൻ 17 അന്ന് വിഷന്നൊട്ടിയ വയറുമായി യുദ്ധം ചെയ്തത് സഹോദരന്മാരെ ഈ തൗഹീദ് സ്ഥാപിക്കാനാ. എന്നാൽ ചില ആളുകൾ റമദാൻ 17 ആയി കഴിഞ്ഞാൽ റൊട്ടിയും ചപ്പാത്തിയും പത്തിരിയും ചിക്കൻ കറിയും ബീഫ് കറിയും എല്ലാം കൂട്ടിക്കുഴച്ച് എല്ലാ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരാ. എല്ലാവർക്കും ബറക്കത്തിന് വേണ്ടി. ബദരീങ്ങളെ ബറക്കത്താ. സഹോദരന്മാരെ, എന്ത് ദീനാണ് ഇതിന്? വല്ല അടിസ്ഥാനവുമുണ്ടോ? മഹാന്മാരായ ബദരീങ്ങൾ പണിയെടുത്തത്, അവർ യുദ്ധം ചെയ്തത് വിശന്നൊട്ടിയ വയറുമായി റമദാൻ 17 അന്ന് ഇവിടെ ബദർ യുദ്ധം നടത്തിയത് എന്തിനാണ്? ഈ തൗഹീദ് സ്ഥാപിക്കാനല്ലേ. എന്നാൽ ആ ബദരീങ്ങൾ മരിച്ചതിന് ശേഷം അവരൊക്കെ ഖബറിലെത്തിയപ്പോ ആ ബദരീങ്ങളോട് വിളിച്ചു തേടുന്ന അവസ്ഥ. ഒന്ന് വീടിയാൻ പോയാൽ അപ്പ വിളിക്കും ബദരീങ്ങളെ രക്ഷിക്കണേ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം സംഭവിച്ചാൽ അപ്പ വിളിക്കും നബിയെ കാക്കണേ, മുഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പ്രന്തങ്ങളെ കാക്കണേ. സഹോദരന്മാരെ, ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല. തൗഹീദിന്റെ നേരെ വിപരീതം, ഓപ്പോസിറ്റാണ്. ഈ മാലയിൽ നോക്കൂ നിങ്ങൾ, പ്രയാസം നീക്കിത്തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞു, വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ പർവ്വതം കണക്കെ ആ കപ്പലിന്റെ മുകളിലേക്ക് തിരമാലകൾ അടിച്ചു കയറുമ്പോ കീഴ്വണക്കം മുഴുവൻ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവോട് തേടുന്നു. ആരെ? അബൂജാല് തേടുന്നു, ഉത്ബത്ത് തേടുന്നു, ശൈബത്ത് തേടുന്നു, മുഗീറ തേടുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ തേടിയത് അള്ളാഹുവിനോടാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ എന്നാൽ കരയിലേക്ക് അള്ളാഹു അവരെ അങ്ങ് രക്ഷപ്പെടുത്തിയാലോ അവർ ശിർക്ക് ചെയ്യുന്നു. പ്രയാസം വരുമ്പോൾ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പോലും തേടിയത് അല്ലാഹുവോട്. എന്നാൽ സഹോദരന്മാരെ, ഇന്ന് മാലയിലുള്ളത്, മൗലിദിലുള്ളത്, പ്രയാസങ്ങൾ വരുമ്പോൾ നബിയെ അങ്ങാണ് ഞങ്ങളുടെ പ്രയാസം മാറ്റിത്തരുന്നത്. ഇത് ശരിയാണോ? ഞാൻ ചില താരതമ്യം നടത്തുകയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന മൗലിദ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സജീവമായി കണ്ടുവരുന്ന ഒരു മൗലിദാണ്. അത് ശിർക്കിൽ നിന്ന് മുക്തമാണോ? അല്ലല്ലോ സഹോദരന്മാരെ. നോക്ക് നിങ്ങൾ, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യബ് മഖ്സദീ. നേതാക്കന്മാരുടെ നേതാവായ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ലക്ഷ്യം നേടുന്നതിൽ അങ്ങനെ നിരാശപ്പെടുത്താൻ പാടില്ല നബിയെ എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടി ജീവിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടി തൗഹീദ് പ്രബോധനം ചെയ്തോ? അതിന് നേരെ വിപരീതമായി കൊണ്ട് അള്ളാഹു അല്ലാത്തവ ആരെയും വിളിച്ച് തേടാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ അതേ നബിയെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. ഇത് ഗൗരവമാണ്, ഇത് ചെറുക്കാണ് സഹോദരന്മാരെ. ഇസ്ലാമിൻ്റെ ആശയാദർശത്തിന് ഘടകവിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞതെന്താ? വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അള്ളാഹിനോട് നിങ്ങൾ ചോദിക്കണേ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിൻ്റെ നാമത്തിൽ ഞാൻ ഇതാ ഇറങ്ങി പുറപ്പെടുകയാണ്. ഞാൻ അള്ളാഹുവിൽ ഇതാ ബരമേൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ
കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല, അതുകൊണ്ട് എൻ്റെ സംരക്ഷണം അല്ലാ നീ ഏറ്റെടുക്കണേ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അല്ല അല്ല യാ സയ്യിദ സാദാതി ജിഅ്തൂക ഖാസിദാ, നേതാക്കന്മാരുടെ നേതാവായ നബിയെ അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അർജു ഹിമാക ഫലാ തുഖയ്യബ് മഖ്സദി, എൻ്റെ ഉദ്ദേശത്തിൽ എന്നെ നീ നിരാശപ്പെടുത്തല്ലേ നബിയെ, അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ചോദിക്കുന്നത്. നബി പറഞ്ഞതോ അള്ളാഹിനോട് സംരക്ഷണം ചോദിക്കാൻ. വ്യക്തമല്ലേ സഹോദരന്മാരെ? നോക്ക് നിങ്ങൾ, അതേ മൗലിദിൽ, ഈ മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞ സാധനത്തിൽ അതിനേക്കാൾ വളരെ അപകടം പിടിച്ചൊരു വരി നമുക്കൊക്കെ അറിയാവുന്ന വരിയായിരിക്കും. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എണ്ണമില്ലാത്ത പാപങ്ങൾ നിറഞ്ഞ വാഹനത്തിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. നേതാവായ നബിയെ, അങ്ങയോട് എൻ്റെ ആദികൾ ഞാൻ അർപ്പിക്കുകയാണ്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ ആദികൾ അർപ്പിക്കേണ്ടത്? തെറ്റുകൾ മായ്ച്ച് കളയുന്നത് നബിയാണോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കതാ ചില മദ്ഹൊക്കെ പാടിപ്പറയുന്ന ചില ആളുകൾ, രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് മദ്ഹൊക്കെ ഇങ്ങനെ പാടുന്ന ചില ആളുകളതാ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിക്കൊണ്ട് പറഞ്ഞു, അൻത സയ്യിദുനാ വബ്നു സയ്യിദിനാ അൻത അഫ്ളലുനാ തൂലാ. ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സഹോദരന്മാരെ? നോക്ക് നിങ്ങൾ, മദ്ഹൊക്കെ പാടുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അൻത സയ്യിദുനാ, നബിയെ ഞങ്ങളുടെ നേതാവാണ് നിങ്ങൾ. വബ്നു സയ്യിദിനാ, ഞങ്ങളുടെ നേതാവിൻ്റെ മകനാണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നു, ഇവരിങ്ങനെ വല്ലാതെ മദ്ഹ് പാടിയാൽ അതിൽ ചില പ്രശ്നങ്ങൾ വരാനുണ്ട്, എന്നെ അമിതമായി പുകഴ്ത്തുമെന്ന് ഭയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അലൈക്കും ബിതഖ്വാക്കും, നിങ്ങളുടെ തഖ്വയെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യസുദ്ദന്നകും ശൈത്താൻ, മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാചി നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് ഞാൻ, അഥവാ അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ ദൂതനാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തല്ല. വല്ലാഹി, അല്ലാഹു തന്നെയാണ്. മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹ്, അല്ലാഹു എനിക്ക് തന്ന ഒരു സ്ഥാനമുണ്ട്, അതിനപ്പുറം എന്നെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതേതാ സ്ഥാനം? അബ്ദുല്ലാഹി വറസൂലു, അള്ളാന്റെ അടിമ, അള്ളാന്റെ ദൂതൻ. ഇത് അള്ളാന്റെ റസൂലിന് അള്ള വെച്ചു കൊടുത്ത സ്ഥാന, അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ പുകഴ്ത്തല്ല, എന്നെ മദ്ഹ് പാടണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തോട് പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി സ്ഥിരപ്പെടുമ്പോ ഈ മാലയിലുള്ളത്, മൗലീദിലുള്ളത്, നബിയെ നേരിട്ട് വിളിച്ചു ചേർന്നു. അള്ളാഹിനോട് ചോദിക്കേണ്ട തേട്ടങ്ങൾ, അള്ളാഹിനോട് പറയേണ്ട വിഷമങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കുന്നു. തെറ്റുകൾ മായ്ച്ചു തരുന്ന നബിയെ എന്നാ ചോദിക്കണം. അത്ര ഗൗരവമാണ് സഹോദരന്മാരെ. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞെന്താ? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസം ഈ ഞാൻ പോലും 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ നബി പോലും അല്ലാഹുവോടാ തൗബ ചെയ്തത്. നിങ്ങളും അല്ലാഹുവോട് തേടണം എന്നാ പറഞ്ഞത്. എന്നിട്ട് അതേ നബിയോട് ചില ആളുകൾ ഇന്ന് ചോദിക്കുന്നു, നബിയെ എൻ്റെ തെറ്റുകൾ മായ്ച്ചു തരണേ. ഇത് വിരോധാഭാസമല്ലേ? അല്ലേ സഹോദരന്മാരെ? നോക്കൂ നിങ്ങൾ, നബിയുടെ മദ്ഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് കെട്ടി, വലിയ സ്റ്റേജൊക്കെ കെട്ടി ചില ഉസ്താദുമാർ ചൊല്ലുന്ന ചില വരികളുണ്ട്. ബുർദയിലെ ബൂസുരി എന്ന് പറയുന്ന ഒരാളുണ്ടാക്കിയ കവിതയാണ്, നബിയുടെ മദ്ഹാണെന്നാണ് പറയുന്നത്. അതിൽ കാണാം, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി سواك عند هلول الحادث الأممي فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم
സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരണീയനായവരെ, എല്ലാവരെയും വിപത്തുകൾ ആവരണം ചെയ്യുമ്പോൾ എനിക്ക് അവലംബമായി അങ്ങല്ലാതെ മറ്റാരാ ഉള്ളത്? ഇഹലോകവും പരലോകവും നബിയേ അങ്ങയുടെ ഔദാര്യമാണ്. അങ്ങയുടെ അറിവിൽ അല്ലാഹുവിൻ്റെ ലൗഹും കലമും വരെ ഉൾപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ലൗഹിൽ അറിവ്, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കലം കൊണ്ടെഴുതിയ അറിവുകൾ അത് അള്ളാന്റെ റസൂലിനും അറിയാം എന്നതാ എഴുതി വെക്കുന്നു. ഇതിന്റെ വിശദീകരണത്തിൽ കാണാം അതല്ലാത്തതും അറിയാമെന്ന്. സഹോദരന്മാരെ, അള്ളാഹുവിന് മാത്രം അവന് മാത്രം അറിയാവുന്ന ഗൈബിയായ അറിവ് അത് അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുന്നതിനല്ലേ ശിർക്ക് എന്ന് പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഇത് മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചും ഒരു പാടുന്നത് കാണാം. വഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കം മിൻ മൗജതി കം ഹുവ മൗജതി. എന്താ പാടിയത്? മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചാണ്. മുഹയ്യിദ്ദീൻ ശൈഖിന് അള്ളാന്റെ ഇൽമൊക്കെ എനിക്കറിയാമെന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് അത്രേ. وأعلم علم الله أحصي حروفه وأعلم موج البحر كم هو موجتي. അള്ളാഹ്ക്കറിയാവുന്ന കാര്യങ്ങളിൽ ഉള്ളവനും അറിയാം. ഉഹ്സി ഹുറൂഫഹു, അതിലെ അക്ഷരം പോലും ഈ ഉള്ളവൻ ക്ലിപ്തപ്പെടുത്തുന്നതാണ്. വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതി. സമുദ്രത്തിലതാ അതേ ഇങ്ങോട്ട് കരക്കടിയുന്ന തിരമാലകളുടെ എണ്ണം പോലും എനിക്കറിയാം. വഅലമു നബതൽ അർളി കം ഹുവ നബാതതി വഅലമു റംലൽ അർളി കം ഹുവ റംലതി. എത്രയെത്ര തിരമാലകളുണ്ട് എന്ന് എനിക്കറിയാം. എത്രയെത്ര സസ്യങ്ങളുണ്ട്, എത്രയെത്ര ഇലകളുണ്ട് എന്ന് പോലും എനിക്കറിയാം. എത്രയെത്ര മണൽത്തരികളുണ്ട് അതിൻ്റെ എണ്ണം പോലും എനിക്കറിയാമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാണ് ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയും? നോക്കി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഇൻദഹു മഫാത്തിഹുൽ ഗൈബി. ആ ഗൈബിയായതിൻ്റെ താക്കോലുകൾ, അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അത് അല്ലാഹുവിൻ്റെ പക്കൽ മാത്രമാണുള്ളത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയൂല കേട്ടോ. അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയൂല. ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഹുവ ഫീ കിതാബിൻ മുബീൻ. കടലിലുള്ളതിനെക്കുറിച്ചുള്ള അറിവ്, കരയിലുള്ളതിനെക്കുറിച്ചുള്ള അറിവ്, തിരമാലകളെക്കുറിച്ച്, ആടിയെക്കുറിച്ച്, അതിൽ നീന്തിത്തുടക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ച്, ഷജറുകളെക്കുറിച്ച്, നബാത്തുകളെക്കുറിച്ച്, വൃക്ഷങ്ങളെ സംബന്ധിച്ച്, സസ്യങ്ങളെക്കുറിച്ച് എല്ലാം എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ലൗഹിലുള്ള അറിവ് എനിക്കറിയാവുന്ന കാര്യമാണ്. കലമിനെക്കുറിച്ചുള്ള അറിവ് അതൊക്കെ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന പേരിൽ അത് നബിക്കും അറിയാമെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇൽമ് എന്നുള്ള സിഫത്തിൽ സഹോദരന്മാർ ആ വിശേഷണത്തിൽ പങ്കു ചേർത്തിയില്ലേ, ശിർക്ക് വന്നില്ലേ. അതുകൊണ്ട് ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗൗരവമായ ചില കാര്യങ്ങൾ സഹോദരന്മാരെ സൂചിപ്പിച്ചതാണ്. അള്ളാഹുവിന് യാതൊരു വിലയും കാണുന്നില്ല എന്നല്ലേ? ഈ മാലകളും മൗലീദും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അള്ളാഹുവിന് യാതൊരു സ്ഥാനവും അതിലില്ല. അതിനേക്കാൾ ഈ മാലയിലുള്ള കഥാപാത്രമാരാണോ അള്ളാഹിനേക്കാൾ അവരെ അങ്ങ് വലുതാക്കുകയാണ് ചില ആളുകൾ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉമ്മത്തിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. അള്ളാഹ്ക്കെന്താടോ നിങ്ങളൊരു വിലയും കാണാത്തത്? അള്ളാഹ്ക്കെന്താടോ നിങ്ങളൊരു ഗാംഭീര്യം കാണാത്തത്? ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന് യാതൊരു വിലയും നിങ്ങൾ കാണുന്നില്ലേ? നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവൻ, ഈ ആകാശത്തെ സംവിധാനിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു
വ തആല പറഞ്ഞില്ലേ, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅൻബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജ മാ കാന ലക്കും അൻ തുംബിതൂ ശജറഹാ അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. ഈ ആകാശത്തെ സൃഷ്ടിച്ചത് നാമാണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നാമാണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത് നാമാണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? അവർക്കൊന്നും ഉളപ്പിക്കാൻ പോലും കഴിയുകയില്ല. ഇലാഹും അല്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വേറെ ഇലാഹിനെ വെക്കുകയാണോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ, വഴി തെറ്റിയ ഖൗമ് തന്നെ നിങ്ങൾ. അമ്മൻ ജഅല അർള ഖറാറാ വജഅല ഖിലാലഹാ അൻഹാറാ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസാ അഇലാഹും അല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് നിവാസയോഗ്യമാക്കി തന്നവൻ ഞാനാണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? അതിൻ്റെ ഇടയിൽ നദികളെ ഒഴുക്കി തന്നവൻ നാമാണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? ഈ ഭൂമിക്കൊരു ആണിക്കല്ലായി പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് നാമാണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? അഇലാഹും അല്ലാഹ്, അല്ലാഹനെ കൂടാതെ നിങ്ങൾ വേറെ ഇലാഹിനെ സ്വീകരിക്കുകയാണോ? ബൽ അക്സറുഹും ലാ യഅലമൂൻ, അധികം ആളുകളും ഇതൊന്നും ചിന്തിക്കുന്നില്ല, അധികം ആളുകളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, അധികം ആളുകളൊന്നും ഇതൊന്നും പഠിക്കുന്നില്ല. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅാഹ് വയക്ഷിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും അല്ലാഹ്. പ്രയാസം വരുമ്പോ തേടിയാൽ അല്ലാഹു അല്ലാതെ ഉത്തരം നൽകാൻ ആരാണുള്ളത്? നിങ്ങളെന്താ അതൊന്നും മനസ്സിലാക്കി വെക്കാത്തത്? ഇലാഹും അല്ലാഹ്, അല്ലാഹനെ കൂടാതെ വേറെ ഇലാഹിനെ നിങ്ങൾ തേടുകയാണോ? ഖലീലമ്മാ തദക്കറൂൻ, കുറച്ച് ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാതിൽ ബർരി വൽ ബഹരി വമൻ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്തിൻ്റെ മഴയുടെ മുമ്പ് ഒരു സുവിശേഷ വാർത്തയായിക്കൊണ്ട് കാറ്റിനെ അയച്ചവൻ അല്ലാഹു ആണോ അതല്ല മറ്റു ദൈവങ്ങളാണോ? ഇലാഹും അല്ലാഹ്, അല്ലാഹനെ കൂടാതെ നിങ്ങൾ വേറെ ഇലാഹിനെ സ്വീകരിക്കുകയാണോ? എന്താ അല്ലാഹ്ക്കൊരു വിലയും നിങ്ങൾ കൽപ്പിക്കാത്തത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, ആ അല്ലാഹൻ എന്താടോ ഒരു വിലയും കാണാത്തത്? അല്ലാഹ്ക്ക് എന്താടോ ഒരു ഗാംഭീര്യം കൽപ്പിക്കാത്തത്? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ ഇതൊക്കെ പാടിയത്. സഹോദരന്മാരെ, അദ്ദേഹം എഴുതിയ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ, അതിലൊന്നാണ് ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചില ശ്രദ്ധേയമായ ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ഹിജ്റ 470 ജനിക്കുകയും 560 മരിച്ച് ഏകദേശം 90 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഫതൂഹുൽ ഗൈബ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം എഴുതുകയാണ്, മാ സഅലന്നാസ മൻ സഅല ഇല്ലാ ബിജഹ്ലിഹി ബില്ലാഹ്. ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും ഒരാൾ ചോദിച്ചാൽ, അവൻ്റെ പ്രയാസം പറഞ്ഞാൽ അല്ലാഹനെ ഓൻ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അല്ലാഹ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അതവൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പറയാണ്, മാ സഅലന്നാസ മൻ സഅല ഇല്ലാ ബിജഹ്ലിഹി ബില്ലാഹ്. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അള്ളാഹിനെ കുറിച്ചില്ലാത്ത അറിവില്ലായ്മയാണ്. അള്ളാഹിനെ കുറിച്ച് അവനക്ക് അറിയൂല, അതുകൊണ്ട് അള്ളാഹ് അല്ലാത്ത വേറെ ആരോട് ചോദിക്കണമെന്നാണ്. അള്ളാഹിനെ കുറിച്ച് പഠിച്ച ഒരാൾ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളോട് ചോദിക്കൂല, അത്രമേൽ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അദ്ദേഹം വീണ്ടും തുടരുന്നു, വദുഫി ഈമാനിഹി, ഒരാളുടെ ഈമാനിൻ്റെ ദുർബലതയാണ് അള്ളാഹു അല്ലാത്ത വേറെ ആളോട് ചോദിക്കുന്നത്. വമഅരിഫതിഹി, അള്ളാഹിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സഹോദരന്മാരെ. വയഖീനിഹി, അവന് ഉറപ്പില്ല എന്നുള്ളതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഉറപ്പ് അത് അള്ളാഹുവിൻ്റെ ഒരു സംശയത്തിലാണ് അവനുള്ളത്, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത വേറെ ആളുകളോട് ചോദിക്കുന്നത്. വഖില്ലത്തി സബ്രിഹി, അവന് ക്ഷമയില്ലാത്തത് കൊണ്ടാണെന്നാണ്. എന്തെങ്കിലും പ്രയാസം വന്നു, കുറേ ദോരുന്നു, അള്ളാഹിനോട് കുറേ പറഞ്ഞു നോക്കി, ഒന്നിനൊരു പരിഹാരമില്ല. അപ്പോൾ ഒരു ജാറത്തിൽ നിന്ന് അടുത്ത ജാറത്തിലേക്ക്, ഒരു തങ്ങളുടെ അടുത്ത് അടുത്ത തങ്ങളിലേക്ക്, ഒരു ബീവിൻ്റെ അടുത്ത് നിന്ന് അടുത്ത ബീവിലേക്ക്, ഒരു മക്ബറയിൽ നിന്ന് അടുത്ത മക്ബറയിലേക്ക് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ടം ഓടുന്നു. എന്തേ കാരണം? വഖില്ലത്തി സബ്രിഹി, അവന് സബ്റില്ല, ക്ഷമയില്ല, അള്ളാഹ് പരീക്ഷിക്കാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് അവനില്ല. ആരാ പറയുന്നത്? മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി.
അദ്ദേഹം വീണ്ടും പറഞ്ഞു, റബ്ബിനോട് മാത്രമേ എന്ത് പ്രയാസമുണ്ടായാലും ഞാൻ ചോദിക്കുകയുള്ളൂ എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അള്ളാഹനെ അറിയേണ്ടതുപോലെ അവൻ അറിഞ്ഞതുകൊണ്ടാണ് ആ തീരുമാനം അവൻ എടുക്കാൻ കഴിഞ്ഞത്. അവന്റെ ഈമാനിന്റെ ശക്തിയാണ് അവിടെ ബോധ്യപ്പെടുന്നത്. അള്ളാഹനെ കുറിച്ചുള്ള യഖീനാണ്, ആ ഉറപ്പാണ് അവൻ അവിടെ കാണിച്ചത്. അള്ളാഹനെ കുറിച്ച് പഠിക്കുമ്പോൾ, അള്ളാഹനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ദിവസങ്ങളിലെ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും അള്ളാഹനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ മാരിഫത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹനെ കുറിച്ചുള്ള അറിവ് അവനിങ്ങനെ വർദ്ധിക്കുകയാണ്. അപ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള യഖീൻ അവന് ബോധ്യപ്പെടുകയാണ്. അതിലൂടെ മറ്റു സൃഷ്ടികളുള്ള തേട്ടം അവൻ ഒഴിവാക്കുകയാണ്. ക്ഷമ അവന് വർദ്ധിക്കുകയാണ്. യഖീൻ അവന് ഉണ്ടാവുകയാണ്. അങ്ങനെ അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്നു എന്ന് ആരാ പറഞ്ഞ സഹോദരന്മാരെ? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ. ഇത് പഠിപ്പിച്ച ആളാ മുഹീദ്ദീൻ ഷെയ്ഖ്. ആ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചാണ് നേരത്തെ നമ്മൾ പാടിയ പാട്ടൊക്കെ ഉള്ളത്. ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയാൻ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ മുങ്ങി മരിക്കാനായ ഒരുത്തൻ ഒരു പുഴയിൽ മുങ്ങി മരിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ മുങ്ങിപ്പൊന്തുകയാണ്. ആ സമയത്ത് അപ്പുറത്ത് വേറൊരാൾ മുങ്ങിപ്പൊന്തുന്നുണ്ട്. ആ സമയത്ത് ഇയാളോട് സഹായം ചോദിച്ചാൽ ഏതുപോലെ ഉണ്ടാവും? അതേപോലെയാണ് അള്ളാഹു അല്ലാത്ത ഒരാളോട് സഹായം ചോദിക്കുന്ന പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും എന്താക്കാൻ പറ്റൂല, സഹായിക്കാൻ കഴിയൂല. അദ്ദേഹം പറഞ്ഞത് ജയിലിലടക്കപ്പെട്ട ആള്, ഒരു കേസിൽ ഒരാളെ പിടിച്ചു വെക്കുക, പോലീസ് ജയിലിലടച്ചു. അപ്പൊ ആ ജയിലുള്ള ആളുണ്ടല്ലോ, ആ കള്ളൻ, ആ മുജ്രിമ് വേറൊരു മുജ്രിമോട് സഹായം ചോദിച്ചാൽ ഏതുപോലെ ഉണ്ട്? ഒരു കുറ്റവാളി മറ്റൊരു കുറ്റവാളിയോട് സഹായം ചോദിച്ചാൽ ഏതുപോലെയുണ്ട്? രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഇല്ലാത്തതുപോലെയാണ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ. ആരാ പറഞ്ഞത്? മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ സഹോദരന്മാരെ? ജാറങ്ങളുടെ അടുത്ത് പോവാണ് ആളുകൾ, മഖ്ബറകളുടെ അടുത്ത് പോവാണ്. എല്ലാ പ്രശ്നങ്ങളും തീരുന്നാ പറയുന്നത്, എന്ത് പ്രയാസവും തീരുന്നാ പറയുന്നത്. എന്നിട്ട് ജാറങ്ങളുടെ അടുത്ത് പോവുക, എന്ത് വിഷയം ഉണ്ടെങ്കിലും ജാറത്തിൻ്റെ അടുത്ത് പോവുക, അവിടെയുള്ള പെട്ടിയിൽ ക്യാഷ് ഇട്ട് കൊടുക്കുക. ഇതല്ലേ ഇന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ. ഇതല്ലേ എത്ര ഗൗരവമാണ്. ശിർക്ക് സഹോദരന്മാരെ, ശിർക്ക് സംഭവിച്ചില്ലേ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഖബർ കെട്ടിപ്പൊക്കിയതായി കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാമിന് കടകവിരുദ്ധമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കുറിച്ച് എന്താ സഹാബിമാര് പറയുന്നത് നോക്കൂ നിങ്ങൾ. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റുഫിഅ ഖബറുഹു മിനൽ അർളി നഹ്വൻ മിൻ ശിബ്ർ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഉയരാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഒരൊറ്റ ചാണ് മാത്രമേ നബിയുടെ ഖബർ ഉയർന്നു പൊങ്ങിയിട്ടുള്ളൂ എന്ന് ആരാ പറയുന്നത്? നബിയുടെ ഖബർ കണ്ട സഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ അത്രേ പറ്റുള്ളൂ, കെട്ടിപ്പൊക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയതാണ്. നബിയുടെ കാലത്ത് ഒരൊറ്റ ഖബർ പോലും ഉയർത്തിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആയിഷ ബീവിയുടെ ആങ്ങളയുടെ മകൻ അഥവാ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു സംഭവം ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ആയിഷ ബീവിയുടെ അടുത്തേക്ക് ഖാസിം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്നിട്ട് ഖാസിം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, യാ ഉമ്മി ഇക്ഷിഫി ലി അൻ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖബ്രി സാഹിബൈ. പ്രവാചകന്റെ ഖബറും അതുപോലെ പ്രവാചകന്റെ രണ്ട് സാഹിബുകൾ അഥവാ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും അഥവാ എൻ്റെ വല്ലുപ്പയുടെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരുമോ? നബിയുടെ ഖബർ എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നും അവിടെ ഉറൂസ് നടക്കുന്നില്ല എന്നും അവിടെ ഒരു ഉത്സവമില്ല എന്നും അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സഹോദരന്മാരെ? അങ്ങനെ ഒരു വലിയ ഖബറൊക്കെ ആണെങ്കിൽ ഈ ചോദ്യത്തിന് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും അതുപോലെ
ആ മദീന പള്ളി എത്ര വ്യത്യാസമാണ് ഉള്ളത്? ഒരൊറ്റ മതിലിൻ്റെ ഒരു കർട്ടൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ആർത്തവമുണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ഇങ്ങനെ തലവെച്ച് കൊടുക്കും. ആ റൂമിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുടി വാർന്നു കൊടുത്ത ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഒരൊറ്റ കർട്ടൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ കർട്ടൻ്റെ പിന്നിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖബർ, മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖബർ. ആ കർട്ടൻ്റെ ഇപ്പുറത്ത് ആയിഷ ബീവി താമസിക്കുന്നു. ആ കർട്ടൻ മാറ്റുന്നു, മഹാനായ ഖാസിം റളിയല്ലാഹുവിന് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഫകശഫത്ലി അൻ സലാസതി ഖുബൂർ, എനിക്കന്ന് 3 ഖബറുകൾ ആ ആയിഷ ബീവി എനിക്ക് കാണിച്ചു തന്നു. ലാ ലാത്തിഅ വലാ മുസറഫ ബൽ റുഫിഅത് നഹ്വൻ മിൻ ശബർ. പ്രവാചകന്റെ ഖബർ ഒരൊറ്റ ചാണ് മാത്രമേ ഉയർന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കെട്ടിപ്പൊക്കിയിട്ടില്ല. വേറൊരു റിവായത്തിൽ കാണാം, നഹ്വൻ മിൻ അർബഇ അസാബിഅ, 4 വിരലിങ്ങനെ വെച്ചാൽ എത്ര ഉയരുണ്ടോ അത്രയേ പൊങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാ. നോക്കൂ നിങ്ങൾ, സഹാബികൾ പറയുന്നുണ്ട്, ചെറുകല്ലൊക്കെ ഇങ്ങനെ വാരിയിട്ടിട്ട് പ്രവാചകന്റെ ഖബറിന്റെ മുകളിൽ ഞങ്ങൾ കണ്ടു എന്നാ. അത്രയേ ഉള്ളൂ ഉയരം, അത്രയേ ഉള്ളൂ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്ര ഗ്രന്ഥമാണ് അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടായ ചില ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തതാ ഇസ്ലാം വല്ലാതെ വ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു അനിസ്ലാമികമായ രാജ്യത്ത് പോയി അവിടെ ഫത്ഹാക്കിയതിന് ശേഷം അവിടെ വിജയിച്ചടക്കുകയാണ്. അന്ന് അദ്ദേഹം ഇങ്ങനെ സന്ദർശിച്ചപ്പോൾ ഒരു നാട്ടിൽ പ്രത്യേകമായ ഒരു പഴയ വീട്ടിൽ ഒരു മയ്യത്ത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു. ചില ആളുകളൊക്കെ അതിൻ്റെ അടുത്ത് വരുന്നു, പോകുന്നു. ഇതിങ്ങനെ കാണുകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം കുറച്ച് ആളുകളെ, ഖബർ കുടിക്കാൻ പറ്റിയ കുറച്ച് ആളുകളെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ടൊരു 13ഓളം ഖബർ അദ്ദേഹം കുടിച്ചിട്ടു. എന്നിട്ട് ആ ഖബർ, ആ മയ്യത്ത് ഇറക്കി വെച്ചില്ല, മറിച്ച് അന്ന് രാത്രി ഇരുട്ടായപ്പോൾ ഒരാളെയും അദ്ദേഹം ഒപ്പം കൂട്ടാതെ എന്തു ചെയ്തു, ആ മയ്യത്ത്, ആ ആളുകളൊക്കെ വന്നിങ്ങനെ നോക്കണം. ആ മയ്യത്തുണ്ടല്ലോ, ആ നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസം അത് ദാനിയാൽ നബി ആയിരുന്നു എന്നാണ്. ആ ദാനിയാൽ നബിയുടെ ഖബറാണെന്ന് അവർ വിശ്വസിച്ചത്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ശിർക്ക് വരാൻ അവിടെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആരെയും ഒപ്പം കൂട്ടാതെ അന്ന് രാത്രി 13 ഖബറാ കുഴിച്ചത്. അതിൽ ഏതോ ഒരു ഖബറിൽ മഹാനായ ഉമർ റളിയല്ലാഹു ആ മയ്യത്ത് അടക്കം ചെയ്തു. ഏത് ഖബറിലാന്ന് പറഞ്ഞില്ല, ഒപ്പം ആളെ കൂട്ടിയതുമില്ല. ആളെ കൂട്ടിയാൽ അയാൾ മുഖേന അത് നാട്ടിലെങ്ങാനും അറിഞ്ഞാലോ എന്ന് പേടിച്ച് അദ്ദേഹം സ്വയം അത് ചെയ്തു എന്ന് അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഗൗരവമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനത്തെ ഞാൻ വിലക്കിയിരുന്നു. കാരണം ആ ജഹാലത്ത് വീണ്ടും കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ ജഹാലത്ത് ശിർക്കിൻ്റെതായ അംശം നിങ്ങളിൽ ഉള്ളതുകൊണ്ട്, അതിൽ നിന്ന് നിങ്ങൾ വീണ്ടും ശിർക്കിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനത് വിലക്കിയിരുന്നു. എന്നാൽ സൂറു വൽ ഖുബൂർ, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് നിങ്ങളുടെ മരണത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നതാണ്. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ പരലോകത്തെ അത് ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. അതുകൊണ്ട് ഖബറുകൾ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് മരണത്തെയും പരലോകത്തെയും ഓർമ്മിപ്പിക്കുമെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ചില ആളുകൾ ഇന്ന് സിയാറത്ത് ടൂറാണ്. സഹോദരന്മാർ, അങ്ങനെ ദീനിലുണ്ടോ? എന്നിട്ടൊരു പോസ്റ്റർ അടിക്കുന്നു. കുട്ടികളില്ലാത്തവരുണ്ടോ, വിഷമമുള്ളവരുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? ഇതിനൊക്കെയുള്ള പരിഹാരമാണ് സിയാറത്ത് ടൂർ എന്ന് പറയുന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്ന 100 ആളുകൾക്ക് അവസരമുണ്ട് എന്നൊക്കെ പരസ്യം കൊടുത്തിട്ട് പ്രത്യേകമായ ഒരു ഖബർ സിയാറത്ത് ഇത് ഇസ്ലാമിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഇതിനെ നമ്മൾ എതിർക്കുന്നത്. ഖബർ സിയാറത്തിനെ എതിർത്തിട്ടില്ല സഹോദരന്മാരെ. അതിൻ്റെ പേരിൽ ഒരു കച്ചവടം നടത്തുക, ആളുകളുടെ കാശ് മുഴുവൻ കീശയിലാക്കുന്ന ഈ സമ്പ്രദായത്തെ മുജാഹിദുകൾ എതിർക്കുന്നു എന്നതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖബർ സിയാറത്തിനെ മുസ്ലിങ്ങളായ സലഫികൾ ഒരിക്കലും എതിർക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ.
നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ, കുമ്മായമിടുന്നതിനെ പ്രവാചകൻ വിലക്കി. വ അൻ യുബ്ന അലൈ, അതിൻ്റെ മേലെ എടുപ്പുണ്ടാക്കുന്നതിനെ പ്രവാചകൻ വിലക്കി. വ അൻ യുഖഅദ അലൈ, ആ ഖബറിൻ്റെ മുകളിൽ ഇരിക്കുന്നതിനെ പ്രവാചകൻ വിലക്കി എന്ന് സഹാബികൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്നതാ ഇസ്ലാമിക ഭരണകാലമാണല്ലോ, അതുകൊണ്ടതാ മഹാനായ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു ബിംബവും അടിച്ചു തകർക്കാതെയും കെട്ടിപ്പൊന്നി നിൽക്കുന്ന ഏത് ഖബറും അതല്ല അതിനെ അടിച്ചു തകർക്കാതെ നിരപ്പാക്കാതെ നീ വിടാൻ പാടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു ഉപദേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസിയ്യത്തുകളിൽ മരണാസന്നനായി കിടക്കുമ്പോഴുള്ള സന്ദർഭങ്ങളിൽ അവിടുന്നതാ പ്രവാചകന്റെ ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. ചില സഹാബികൾ പ്രവാചകൻ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പ്രവാചകന്റെ അധരത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിന്നപ്പോ പ്രവാചകൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയുമോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂതനസ്രാണികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ. കാരണം എന്താ? അവരിലേക്ക് വന്ന അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. മറ്റൊരു റിവായത്തിലുള്ളത് ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹു, സാലിഹായ മനുഷ്യരാരെങ്കിലും മരണപ്പെട്ടാൽ ജൂതനസ്രാണികൾ അവിടെ യഥാ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു, എന്നിട്ട് സുജൂദിന്റെ കേന്ദ്രമാക്കുന്നു. സുജൂദിന്റെ കേന്ദ്രമാക്കുക എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ പോയി കൊണ്ടൊരാൾ സുജൂദ് ചെയ്താൽ, അതിനെ തവാഫ് ചെയ്താൽ അതിനെ പള്ളിയാക്കി മാറ്റിയല്ലോ. അങ്ങനെ സുജൂദ് ചെയ്യുന്നതിനെ കൊണ്ടാണല്ലോ പള്ളികളെ നമ്മൾ പള്ളി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഖബറിന്റെ അടുത്ത് വെച്ച് ആരെങ്കിലും സുജൂദ് ചെയ്താൽ, തവാഫ് ചെയ്താൽ അതിൻ്റെ മേലെ അതാ പച്ചപ്പുതപ്പ് വിരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, പാടില്ലാത്തതാണ്. അത് പള്ളി നസ്രാനികളെ ശപിക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ സഹോദരന്മാരെ നമ്മളും ശപിക്കപ്പെട്ടവരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ തന്നെ വലിയ പണ്ഡിതനാണല്ലോ അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അദറു മിൻ മസ്ജിദിൽ ദിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു നഹാ അൻ ദാലിക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ, ജാറത്തിനെ പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കെട്ടിപ്പൊക്കിയാൽ അത് പ്രവാചകന്റെ കൽപ്പനത്തിനോടുള്ള ധിക്കാരമാണ്, പാടില്ല, അത് പൊളിച്ചു മാറ്റൽ നിർബന്ധമാണ് എന്ന് ആരാ പഠിപ്പിക്കുന്നത്? ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. സഹോദരന്മാരെ, ദീനിലില്ലാത്തത്, ദീന് പാടില്ല എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ദീനിൻ്റെ പേരിൽ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു വാസ്തവമാണ്, നമ്മളതിനെ തിരിച്ചറിയണം. പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗം, അറഫാ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സൂറത്തുൽ മാഇദയിലെ തുടക്കത്തിലുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്കിതാ എൻ്റെ ദീന് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു, ഇസ്ലാമിനെ ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച്, മുഴുവനായി നിറച്ചൊരു ബക്കറ്റിലേക്ക് വീണ്ടും ഒരു കോപ്പയെടുത്ത് ആരെങ്കിലും വെള്ളമൊഴിച്ചാൽ അത് നിറഞ്ഞു പോകുന്നത് പോലെ ഇനി ആരും അതിലേക്കൊന്നും കൂട്ടാനില്ല, കുറക്കാനില്ല. അത് പൂർത്തിയായ മതമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദാ, അതിലേക്ക് ഇനി ഒന്നും കൂട്ടാനില്ല. ഫലാ നഖ്സി
ഫീഹി അബദാ, അതിലേക്ക് ഇനി ഒന്നും കുറക്കാനുമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായ ഒരു ഹദീസിൽ കാണാം, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി. ഒരു കാര്യം പോലുമില്ല സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ വിലക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞു. നരകത്തിലേക്ക് പോകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയും ചെയ്തു. അപ്പോൾ ദീൻ പൂർത്തിയായതാണ്. സഹാബികൾ പറഞ്ഞു, ഇത്തബിഉ, ആ ദീനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, അതിനെ പിൻപറ്റിക്കോളൂ. വലാ തബ്തദിഉ, നിങ്ങൾ ബിദ്അത്തുകളായി ഒന്നും തന്നെ പുത്തൻ ആചാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഫഖദ് കുഫീതും, ഈ ദീനിൽ ഉള്ള കാര്യം തന്നെ നിങ്ങൾക്ക് മതിയായതാണ്, വേറെ ഒന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. ഇത് സ്വഹാബികൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫമാ ലം യകുൻ യൗമൈദിൻ ദീനാ, അന്ന് ദീനല്ലാത്ത ഒരു കാര്യം കേട്ടോ, ഫലാ യകൂനൽ യൗമ ദീനാ, ഇന്നും അത് ദീനാവുകയില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ആചരിക്കാത്ത വല്ല ഇബാദത്തുകളും അള്ളാന്റെ റസൂലിന്റെ സഹാബികളെ അവരാചരിക്കാത്ത ആചാരങ്ങൾ, അവരനുഷ്ഠിക്കാത്ത അനുഷ്ഠാനങ്ങൾ, അവർ കാട്ടിക്കൂട്ടാത്ത, അവർ ചെയ്യാത്ത കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഫലാ തഅബ്ബദൂഹാ, അതൊന്നും നിങ്ങൾ ആചരിക്കാൻ പാടില്ല കേട്ടോ. ദീനിലില്ലാത്ത കാര്യം നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഇതാരാ പറഞ്ഞത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഇതാ സ്വഹാബികൾ പറയുന്നത്. അന്ന് എന്താണോ ദീനായിട്ടുള്ളത് അതേ ഇന്നും ദീനാവുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി ഓരോ വിഷയം നമ്മൾ പഠിച്ചാൽ കൃത്യമാണ്. നമ്മുടെ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെയല്ലേ ഇന്ന് നമ്മൾ മഗ്രിബ് നിസ്കരിച്ചത്? മൂന്ന് റക്അത്തല്ലേ നമ്മൾ നിസ്കരിച്ചത്? പ്രവാചകൻ മൂന്നാം നിസ്കരിച്ചത്. ഏത് നാട്ടിൽ പോയിക്കോളും നിങ്ങൾ? മൂന്നാം നിസ്കരിച്ചത്. കാരണം എന്താ? അതിനൊരു അസ്ലുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ദീനിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം ചൊല്ലിയ ദിക്റുകൾ അന്നും ഒന്ന് തന്നെ ഇന്നും ഒന്ന് തന്നെ. എന്താ കാരണം? അത് അന്നുള്ളതാണ്, ദീനിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം. ഓരോ ദിക്റുകളും ദുആകളും ഔറാദുകളും ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഴുവൻ അദ്കാറുകളും ഔറാദുകളും സ്വലാത്തുകളും ഒക്കെ സഹോദരന്മാരെ 14 നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന സക്കാത്ത്, ഉംറ, ഹജ്ജ്, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയില്ലേ? 14 നൂറ്റാണ്ട് പഴക്കമില്ലേ? എന്നാൽ ഈ ഹദ്ദാദ് എന്ന് പറയുന്ന മഗ്രിബിന് ശേഷം എല്ലാ പള്ളികളിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഹദ്ദാദിന് വെറും 600 വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഅലവി അൽ മാലികി അൽ ഹദ്ദാദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 600 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് ബിദ്അത്താണ്, പുത്തൻ ആചാരമാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, സ്വഹാബികൾ അനുഷ്ഠിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് ബിദ്അത്താണ്. കൃത്യമല്ലേ? സ്വലാത്തുകൾ ചൊല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രേരിപ്പിച്ച കാര്യവുമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ വിശ്വാസികളെ, പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. വെള്ളിയാഴ്ച പ്രത്യേകം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 കൂലിയുണ്ട്. അത് എത്തിക്കാൻ ചില മലക്കുകൾ അല്ലാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. എന്നാൽ മുജാഹിദുകൾ എതിർക്കുന്ന സ്വലാത്ത് ഏതാ സഹോദരന്മാരെ? നാരിയ സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത്, അത് പ്രവാചകന് പരിചയമുണ്ടോ? പ്രവാചകന്റെ പ്രൈമറി ഓഡിയൻസായ സഹാബത്തിനറിയുമോ? അവർക്കാർക്കും അറിയില്ലാത്തൊരു സ്വലാത്ത് നാരിയ സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത്. അതും 600 വർഷമേ പഴക്കമുള്ളൂ.
8-ാം നൂറ്റാണ്ടിൽ മൊറോക്കക്കാരനായ ഇബ്രാഹിം നാസി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലല്ലോ. അതുകൊണ്ട് ആ സ്വലാത്തിനെ നമ്മൾ എതിർക്കുന്നു. ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ അംഗീകരിക്കുന്നു, ദീനിലുള്ള സ്വലാത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു, കച്ചവടത്തെ നമ്മൾ എതിർക്കുന്നു. കൃത്യമല്ലേ സഹോദരന്മാരെ? ഞാൻ നേരത്തെ ഓതി വെച്ച ആ ബുർദയുണ്ടല്ലോ, ആ പാട്ട്, മദ്ഹിന്റെ പേരിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്, എത്ര കൊല്ല പഴക്കമുള്ളത്? 700 വർഷത്തെ പഴക്കമല്ലേ ഉള്ളൂ. ഇമാം ബൂസരി എന്ന് പറയുന്ന ഒരാളല്ലേ അത് ഉണ്ടാക്കി വെച്ചത്. സഹോദരന്മാർ, ഇതൊന്നും ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കേട്ടില്ലേ, മഹ്ദറത്തുൽ ബദരിയയും അതുപോലെ ഈ മജ്ലിസുൻ നൂറും, ഇതൊക്കെ 10, 20, 40 വർഷമല്ലേ ആയിട്ടുള്ളൂ. കമാലിയ സ്വലാത്തിനെ പരിശോധിച്ചോ, തൃശ്ശൂർകാരൻ ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, ഒരുപാട് സലാത്തുകൾ, ഒരുപാട് ഇല്ലാത്ത കുറെ പുത്തനാചാരങ്ങൾ ഇതാരെങ്കിലും കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിക്കാത്ത ഒരു കാര്യം, നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് ചെയ്തവനെയും തള്ളണം, അത് കൊണ്ടുവന്ന ആളെയും തള്ളണം, ആ എന്താണോ കൊണ്ടുവന്നത് അതും തള്ളണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ഇതൊരു അസ്ലാണ്, ഒരടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ച സഹോദരന്മാരെ, നമ്മുടെ ഊർജ്ജം, ഈ ഇസ്ലാമിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് പ്രമാണമാണ്, ഖുർആനുമാണ്, സുന്നത്തുമാണ്. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതാണ് ദീനിലുള്ളത്. അതല്ലാത്ത മുഴുവൻ ബിദ്അത്തുകളാണ്. കൂലി പ്രതീക്ഷിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ അപകടമാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ. ഒരാൾ തൻ്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ അവൻ്റെ പ്രാർത്ഥന പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. നാളെ ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസറിന്റെ ചാരത്തിരുന്നു കൊണ്ട് എൻ്റെ ഉമ്മത്തെവിടെ, ഞാനതാ അവർക്ക് വെള്ളം കൊടുക്കുന്നു, ഹൗദുൽ കൗസർ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അത് ഉണ്ടാവുകയില്ല. അവരുടെ മുമ്പിൽ മറയിടപ്പെടും. ആരുടെ മുമ്പിലാണ്? ബിദ്അത്ത് ചെയ്ത ആളുകൾ. സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ബദ്ദല ബഅദി. എനിക്ക് ശേഷം എൻ്റെ ദീനിൽ മാറ്റം വരുത്തിയ ആളുകൾ എന്നെ വിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് കാരുണ്യവാനായ മഹത്തായ നമ്മളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ആട്ടി അകറ്റുന്ന ഒരവസ്ഥ കടന്നു വരാനുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക സഹോദരന്മാരെ. അതുകൊണ്ട് നാളെ ഒരു ജീവിതം നമുക്കൊക്കെയും വരാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പരലോകത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങളൊക്കെ സൂക്ഷിച്ചോ ജനങ്ങളെ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, പാരത്രികമായ ലോകത്തിന് വേണ്ടി എന്താ കൂട്ടരെ നിങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഒരേ ആയത്തിൽ 2 തവണ അല്ലാഹനെ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ ഒരു കവി പറഞ്ഞില്ലേ, തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഈ ദുനിയാവിൽ നിന്ന്, നശ്വരമായ ഈ ലോകത്തിൽ നിന്ന്, താൽക്കാലികമായ ഈ ലോകത്തിൽ നിന്ന്, കുറച്ച് മാത്രമുള്ള ഈ ലോകത്തിൽ നിന്ന്, അറ്റമില്ലാത്ത അനന്തമായ പ്രവിശാലമായ പാരത്രികമായ ലോകത്തിന് വേണ്ടി പാതയമൊരുക്കിക്കോ. ഫഇന്നക ലാ തദ്രി, കാരണം ആർക്കും അറിയില്ലല്ലോ. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രിയുടെ ഇരുട്ടങ്ങ് മൂടിക്കഴിഞ്ഞാൽ, അതേ സഹോദരന്മാരെ, നാളെ സുബീക്ക് ഫജ്റിന്റെ സമയത്ത് ഉണ്ടാവുമോ എന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര ആരോഗ്യതടകാത്രരായ യുവാക്കളാണ് ഒരു ഹേതുവുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി, എത്രയെത്ര രോഗികളാണ് ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ, കട്ടിലുകളിൽ കാലങ്ങളായി രോഗികളായി കഴിയുന്നു. ഇന്ന് മരിക്കും, നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും എന്ന് നമ്മൾക്ക് വിചാരിച്ച എത്രയെത്ര ആളുകളാണ് ഇന്നും ജീവിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ എത്ര ആളുകളാണ്, എത്ര ആരോഗ്യമുള്ള യുവാക്കളാണ് 20, 25, 30, 35 വയസ്സുള്ള ആളുകൾ ഈ ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു പോകുന്നത്.
وكم من فتى يمسي ويصبح لاهيا وقد نوسجت أكفانه وهو لا يدري. എത്ര യുവാക്കളാണ് സഹോദരന്മാരെ, രാവിലെയാകുന്നു വൈകുന്നേരമാകുന്നു, കളിയിലാണ്, വിനോദത്തിലാണ്, തമാശയിലാണ്. കളി മാത്രമേ ജീവിതത്തിൻ്റെ അജണ്ടയായിട്ടുള്ളൂ. വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ അവൻ്റെ കഫൻ പുടവ വരെ തുന്നി വെച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് മരണം കഴിഞ്ഞ് ഖബറും കഴിഞ്ഞ് മരണാനന്തര ജീവിതമാകുന്ന പരലോക ജീവിതത്തിലേക്ക് വേണ്ടി വല്ലതും അധ്വാനിച്ചോ. അവിടെ രക്ഷപ്പെടാൻ ഒന്നാമതായി സഹോദരന്മാരെ ഉണ്ടാവേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസം പിഴച്ചാൽ പിന്നെ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, പിന്നെ എത്ര സ്വത കൊടുത്തിട്ടും കാര്യമില്ല, എത്ര പൈസ മുടക്കി, ആരോഗ്യം മുടക്കി, സമയവും മുടക്കി, ഊർജവും മുടക്കി, ഹജ്ജിന് പോയിട്ടും കാര്യമില്ല, ഉംറ ചെയ്തിട്ടും കാര്യമില്ല. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആമിനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിച്ചോ. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടല്ലേ സുഫ്യാൻ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക. പ്രവാചകരെ, അങ്ങൊന്ന് പറഞ്ഞു തരൂ, എന്തെങ്കിലും ഒരു വാചകം, ഈ ഉള്ളവനൊന്ന് ഉരുവിടാൻ, എൻ്റെ അതരത്തിലൊന്ന് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു നല്ല വാചകം പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നീ കുറെ നിസ്കരിച്ചോ എന്നാണോ? നീ കുറെ നോമ്പെടുത്തോ എന്നാണോ? അല്ല അല്ല, മറിച്ച് ആമൻതു ബില്ലാഹ്, ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ അങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ വിശ്വാസം പ്രധാനമാണ്. വിശ്വാസമാണ് സഹോദരന്മാരെ ഏറ്റവും പ്രധാനം. അതില്ലാതെ മരിച്ചു പോയാൽ, ആ വിശ്വാസം പിഴച്ചാൽ സഹോദരന്മാരെ തീർന്നു. പരലോകത്ത് കാലാകാലം നരകത്തിയിൽ കിടക്കേണ്ടി വരും എന്ന ചിന്ത നമുക്കൊക്കെയും ഉണ്ടാകണം. ദുനിയാവിൻ്റെ നിസ്സാരമായ കാര്യങ്ങളിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധ കൊടുക്കുന്നു. ഒരു വാഹനം വാങ്ങുമ്പോൾ നല്ല വാഹനമാണോ, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അതുപോലെ ഒരു ഓറഞ്ച് വാങ്ങുമ്പോൾ, ഒരു ആപ്പിൾ വാങ്ങുമ്പോൾ അതിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ എൻ്റെ പാരത്രിക ലോകത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യ ഘടകമായ വിശ്വാസത്തിൽ പിഴവുണ്ടോ എന്ന ഒരു പരീക്ഷണത്തിന് ഒരു കാരണമാകട്ടെ, ഒരു പുനർവിചിന്തനത്തിന് ഈ ഒരു പ്രോഗ്രാം ഒരു കാരണമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസം ക്ലിയറാക്കി അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച് ചെയ്തു പോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി. ഒരു കവി പറഞ്ഞത് പോലെ, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മയ്യൽഖാനി. ഞാൻ എൻ്റെ കട്ടിൽ പുറത്ത് ചെയ്തു കൂട്ടിയ പാപക്രങ്ങളെങ്ങാനും മാലോകരറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോട് സലാം പറയാൻ പോലും മടിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരായിരിക്കും നമ്മൾ. പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്യണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളാഹ് എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായി നാം ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ട്. അള്ളാഹുവേ, നീ എല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാകണേ. അതുപോലെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഉസ്താദുമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, സാദാത്യങ്ങളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെ രോഗവും നീ എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ നമ്മളെ തൊട്ട് പിരിഞ്ഞുപോയി. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികൾ. അള്ളാഹു എല്ലാവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ
وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.